ശൈക്ഷണിക ജീവിതത്തിലെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് ഒട്ടും അതിശയോക്തി കൂടാതെ പറയാനാവും. നിരന്തരമായ അന്വേഷണങ്ങളുടെ ഒരു കാലമായിരുന്നു അത്. അതിൽ ഒരുപാട് പേർ പങ്കാളികളായ ഒരു കാലമായിരുന്നു എന്നത് സത്യമാണെങ്കിലും അതിൽ തെളിഞ്ഞു നിന്ന അതിതീക്ഷ്ണമായ തീക്ഷ്ണ കൊണ്ട്, അതീവ വ്യക്തമായ വീക്ഷണങ്ങൾ കൊണ്ട്, സുതാര്യമായ ഭാഷ കൊണ്ട് വ്യത്യസ്തനായി നിന്നിരുന്ന ഒരാളായിരുന്നു മുരളി. അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണ് എന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ വിസ്മയകരമായി തോന്നാം. ഒരുപക്ഷെ വിസ്മയകരമായി തോന്നുകയുമില്ല. കാരണം അത്രയും ആഴത്തിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രം, അത് കേരളത്തിലും ഇന്ത്യയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭീകരത അദ്ദേഹത്തെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ക്രമേണ ആ പ്രത്യയശാസ്ത്രത്തിൽ നിറഞ്ഞു നിന്ന വിഷത്തിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന് സ്വയം വിമോചിപ്പിച്ച് പുതിയ ശൈക്ഷണികമായ അന്വേഷണങ്ങളിലേക്ക് കടന്നു ചെന്ന ഒരു ധീരപ്രതിഭയായിരുന്നു മുരളി. അദ്ദേഹം ഏതെങ്കിലും ഒരു സവിശേഷമായ മാർക്സിസ്റ്റ് കക്ഷിയുടെയോ സവിശേഷമായ ഒരു മാർക്സിസ്റ്റ് വകഭേദത്തിൻ്റെയോ വക്താവ് എന്നതിനേക്കാൾ നിരന്തരമായി എന്താണ് യഥാർത്ഥമായ ഇടതുപക്ഷം എന്ന് അന്വേഷിച്ചിരുന്ന, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ഓരോ ദശാബ്ദത്തിലും വന്നുകൊണ്ടിരുന്ന പരിണാമങ്ങളെ ക്ഷമാപൂർവം, ബുദ്ധിപൂർവം പിന്തുടർന്നു പോന്നിരുന്ന അപൂർവം ചില ആളുകളിൽ ഒരാളായിരുന്നു. പല പാർട്ടി നേതാക്കളും പാർട്ടി അംഗങ്ങളുമെല്ലാം തങ്ങളേതോ കാലത്ത് വായിച്ച മാർക്സിസ്റ്റ് ക്ലാസിക്കുകളിൽ തറഞ്ഞു കിടന്നപ്പോൾ തൻ്റെ കാലത്തോട് മാർക്സിസത്തിന് എന്താണ് പറയാനുള്ളത്, അതിന് ഇന്ത്യയിൽ എന്താണ് ചെയ്യാൻ കഴിയുക, ഇന്ത്യക്ക് സാധ്യമായ പ്രസക്തമായ ഒരു മാർക്സിസത്തിൻ്റെ വകഭേദം സാധ്യമാണോ, ഇതെല്ലാം നിരന്തരമായി അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു മുരളി. അന്ന് വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒടുങ്ങും വരെ ഈ അന്വേഷണം അദ്ദേഹം തുടർന്നുകൊണ്ട് ഇരിക്കുകയും ചെയ്തു. ആ ചെറുപ്പക്കാരനുമായി, എന്നെ സംബന്ധിച്ച് ഇന്നും അദ്ദേഹത്തിൻ്റെ ബിംബം ഒരു ചെറുപ്പക്കാരൻ്റേതാണ്. ആ ചെറുപ്പക്കാരനുമായി ഇടപെടാൻ കഴിഞ്ഞ ദിവസങ്ങളുടെ നല്ല ഓർമ്മകൾ, പലപ്പോഴും ഉറക്കമൊഴിച്ചിരുന്ന രാത്രികളുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടാണ് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. ഇന്ത്യ എന്ന ആശയം എന്നത് വളരെ ബൃഹത്തായ ചർച്ചകൾക്ക് വിധേയമാകാവുന്ന, അനന്തമായി നീണ്ടുപോകാവുന്ന ചർച്ചകൾക്ക് കാരണമാകാവുന്ന ഒരു വിഷയമാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ ഹ്രസ്വമായ ഒരു ആമുഖം മാത്രമായിരിക്കും ഞാനിവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അഥവാ ആശയങ്ങൾ. ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം, അതിനെ നിർവചിക്കുന്ന സ്വഭാവം, അതിൻ്റെ ബഹുസ്വരതയാണ് എന്ന് പറയാം. അനേകം സംസ്കാരങ്ങൾ, പ്രാദേശികമായ ജീവിത രീതികൾ, ഭക്ഷണരീതികൾ, ചിന്താരീതികൾ, സാഹിത്യത്തിൻ്റെയും കലയുടെയും അനേകം രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ, അനേകം മതങ്ങൾ, വാസ്തുശില്പം മുതൽ വാസ്തുശില്പവും ചിത്രകലയും മുതൽ കവിതയും കഥയും ഒക്കെ വരെ ഉള്ള സാഹിത്യത്തിൽ മുഴുവൻ അത് കൊണ്ടുവന്നിട്ടുള്ള
വൈവിധ്യങ്ങൾ, ഇവയെല്ലാം ചേർത്തുകൊണ്ടല്ലാതെ ഇന്ത്യയുടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് വരയ്ക്കുക സാധ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ബഹുസ്വരത ഇന്ന് പ്രധാനമാകുന്നത്, പ്രസക്തമായ ഒരു ചർച്ചാ വിഷയമാകുന്നത്, അത് ഏറ്റവും രൂക്ഷമായി വെല്ലുവിളിക്കപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഏകശിലാരൂപമായ ഒരു ഇന്ത്യയെ നിർമ്മിക്കാനുള്ള പരിശ്രമം അതിൻ്റെ മൂർധന്യത്തിൽ, വിജയത്തിൻ്റെ വക്കിൽ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മൂർധന്യത്തിൽ എത്തിയ ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നാം ഈ ബഹുസ്വരതയെക്കുറിച്ച്, ഈ സംസ്കാര ബഹുത്വത്തെക്കുറിച്ച്, ചിന്താബഹുത്വത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ ചില വശങ്ങളെല്ലാം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യ എന്ന ആശയം എന്ന ശീർഷകം തന്നെ എത്രമാത്രം ചർച്ചകൾക്ക് വിധേയമാകാം എന്ന് ഒരുപക്ഷെ നമുക്ക് സംശയിക്കാം. ഇന്ത്യ എന്ന ഒരാശയമുണ്ടോ? അനേകം ഇന്ത്യകളില്ലേ? ഇന്ത്യ എന്ന അനേകം ആശയങ്ങളില്ലേ? ആ ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലേ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്, അഥവാ എല്ലാ കാലത്തും ഇന്ത്യയിൽ നടന്നു പോന്നിരുന്നത് എന്ന ചോദ്യം അങ്ങേയറ്റം പ്രസക്തമാണ്. ഞാനിവിടെ ഇന്ത്യ എന്ന ആശയം എന്ന ശീർഷകം കൊണ്ട് ഉദ്ദേശിച്ചത് അത് എന്തായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യ എന്ന നമ്മുടെ സങ്കല്പത്തെ സൂചിപ്പിക്കാൻ ആണ്. നമ്മുടെ രാഷ്ട്രത്തെ നിർമ്മിച്ചു എന്ന് തന്നെ പറയാവുന്ന ആളുകൾ, അത് ഗാന്ധിയാകട്ടെ, അംബേദ്കർ ആകട്ടെ, നെഹ്റു ആകട്ടെ, ആ കാലത്തെ പ്രതിഭാശാലികളും തൃഷ്ണാശാലികളുമായ ചിന്തകരും പ്രവർത്തകരുമാകട്ടെ, അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഇന്ത്യ എന്തായിരുന്നു? ആ ഇന്ത്യക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ഇതൊരു വളരെ സുദീർഘമാകേണ്ട അന്വേഷണമാണ്. ആ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ ചില ചുവടുകൾ വയ്ക്കുക മാത്രമാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന്, എങ്ങനെയാണ് ഈ ഇന്ത്യ എന്ന ആശയം നമ്മുടെ നാനാത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത് എന്നും ആ നാനാത്വം എങ്ങനെയാണ് സർഗാത്മകമായി ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും ഈ കാര്യങ്ങളിൽ നിന്നാണ് ഒരുപക്ഷെ നമുക്ക് ആരംഭിക്കാൻ കഴിയുക. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ഒരു ഉത്ഗ്രഥിത സംസ്കാരം, ഒരു സിൻക്രറ്റിക് കൾച്ചർ എന്നൊരു പക്ഷെ നമുക്ക് പറയാൻ കഴിയും. പൂർണ്ണമായും ഉത്ഗ്രഥിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒന്ന് എന്ന വിശേഷണത്തോടു കൂടി മാത്രമേ ഒരുപക്ഷെ ഉത്ഗ്രഥിതം എന്ന വാക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യ ഏത് രാഷ്ട്രത്തെയും പോലെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്, നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ്. ഒരുപക്ഷെ ഒരു രാഷ്ട്രവും ആത്യന്തികമായി നിർമ്മിക്കപ്പെടുകയോ നിർവചിക്കപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞിട്ടില്ല താനും. കാരണം അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ആകുലതകൾ, അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിരന്തരമായി മാറി വരികയും അങ്ങനെ മാറി വരുന്ന ഭൂപടങ്ങളിലൂടെ ഒരു രാജ്യം അതിനെ തന്നെ നിർവചിക്കാനുള്ള പ്രയത്നങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുകയും ചെയ്യുന്നു. ഭൂപടം എന്നതുകൊണ്ട് ഞാനിവിടെ നിശ്ചയമായും ഉദ്ദേശിച്ചത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഉള്ള ഭൂപടമല്ല. അത് നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഇന്ത്യ, ഈ അനേകം സംസ്കൃതികളുടെ ഒരു നാടായ ഇന്ത്യ എന്നാണ്. അപ്പോൾ പല ഇന്ത്യകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. എല്ലാ കാലത്തും ദരിദ്രരുടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, ധനികരുടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, പീഡിതരായ ആളുകളുടെ, പല വിധത്തിലുള്ള ചൂഷണത്തിന് വിധേയരാക്കപ്പെട്ട ആളുകളുടെ ഇന്ത്യ ഉണ്ടായിരുന്നു, ചൂഷകരുടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു.
ജാതിപരമായ വിവേചനത്തിന് വിധേയരാക്കപ്പെട്ട ആളുകളുടെ ഇന്ത്യ ഉണ്ടായിരുന്നു. ആ ജാത്യാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുകയും അതിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഇന്ത്യ ഉണ്ടായിരുന്നു. വിവാദങ്ങളെ ഭയന്ന ഒരു ഇന്ത്യയുണ്ടായിരുന്നു. വിവാദങ്ങളെയും സംവാദങ്ങളെയും പ്രോത്സാഹിപ്പിച്ച ജനാധിപത്യപരമായ ഒരു ഇന്ത്യയും ഉണ്ടായിരുന്നു. നമ്മുടെ മുമ്പിൽ ഇന്ന് തിരഞ്ഞെടുക്കാൻ ഉള്ളത് ഈ വിവിധങ്ങളായ ഇന്ത്യകളാണ്. ഇതിൽ നിന്ന് ഏത് ഇന്ത്യയെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? ഏത് ഇന്ത്യയെയാണ് നാം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രത്തിൻ്റെ പ്രാഗ്രൂപമായി സങ്കല്പിക്കുകയും നിർവചിക്കുകയും ചെയ്യേണ്ടത്? ഈ ചോദ്യമാണ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യങ്ങളിലൊന്ന് എന്ന് ഞാൻ കരുതുന്നു. സംവാദോന്മുഖമായ ഒരു ഇന്ത്യ നിലനിന്നിരുന്നു എന്ന് പറയുമ്പോൾ ചൂഷിതരുടേതായ ഒരു ഇന്ത്യ നിലനിന്നിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് വിഭിന്ന മതങ്ങളെയും ദർശനങ്ങളെയും ജീവിത സമീപനങ്ങളെയും സ്വാഗതം ചെയ്തിരുന്ന ഒരു ഇന്ത്യയും ഈ ഇന്ത്യക്കകത്ത് തന്നെ നിലനിന്നിരുന്നു എന്നാണ്. അത് വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന, ഇന്ത്യക്ക് പുറത്തു നിന്നും വരുന്ന ചിന്തകളെ സ്വാഗതം ചെയ്യുന്ന ഒരു ഇന്ത്യയായിരുന്നു. നിരന്തരമായി സംവാദ വിവാദങ്ങളിൽ ഏർപ്പെടുന്ന, ജനാധിപത്യത്തിൻ്റെ ആത്യന്തിക സത്ത വഹിച്ചിരുന്ന ഒരു ഇന്ത്യയായിരുന്നു. ആ തരത്തിലുള്ള ഒരു ഇന്ത്യ ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും പൊറുപ്പിക്കുക മാത്രമല്ല, ആ വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ ആത്യന്തികമായ സാംസ്കാരിക സമൃദ്ധിയുടെ ആധാരം എന്ന് ബോധ്യപ്പെട്ട ആ തരത്തിലുള്ളൊരു ജനതയ്ക്ക് മാത്രമേ ഒരുപക്ഷെ യഥാർത്ഥമായൊരു ജനാധിപത്യം ഇന്ത്യയിൽ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഇതിൽ ഞാൻ പ്രധാനമായും പറഞ്ഞു വരുന്നത്, ഇന്ത്യയുടെ ഈ സംവാദ പാരമ്പര്യത്തെ വീണ്ടെടുക്കുക എന്നത് ഏകപക്ഷീയമായ ഒരു ഇന്ത്യയുടെ നിർമ്മാണത്തിൻ്റെ കാലത്ത് പ്രധാനമാണ് എന്നാണ്. ഇന്ത്യയിൽ വൈവിധ്യത്തെ സ്വാഗതം ചെയ്യുന്ന ഒരുപാട് ചിന്താധാരകൾ നിലനിന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒന്നും തന്നെ ഒന്നായിരുന്നിട്ടില്ല എന്നതാണ് വാസ്തവം. നാം എപ്പോഴും പറയും 6 ദർശനങ്ങളെക്കുറിച്ച്, ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോലും 16,008 അതിൽ കൂടുതലോ ദൈവങ്ങളെക്കുറിച്ച് നാം പറയും. നാം അനേകം തരത്തിൽ ഉപനിഷത്തുകളെ കുറിച്ച് പറയുമ്പോൾ 8 തൊട്ട് 84 വരെ പല ആളുകൾ പല രീതിയിലാണെങ്കിൽ പോലും ഒരു ഉപനിഷത്തേ ഉള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ ദർശനങ്ങളായാലും കൃതികളായാലും ഇതിഹാസങ്ങളാണെങ്കിൽ അനേകം, രാമായണവും മഹാഭാരതവുമാണ് അധികം അറിയപ്പെടുന്ന ഇതിഹാസങ്ങളെങ്കിലും അറിയപ്പെടാത്ത ഒരുപാട് ഇതിഹാസങ്ങൾ വടക്ക് കിഴക്കൻ, നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലും മറ്റ് പ്രദേശങ്ങളിലും എല്ലാം ഉണ്ട്. രാജസ്ഥാനിലെ ബാബുജി എന്ന് പറയുന്ന ഒരു ഇതിഹാസത്തെക്കുറിച്ച് നമുക്ക് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മല്ലേ മാതേശ്വര എന്ന കന്നഡയിലെ ഒരു ദളിത് ഇതിഹാസത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാം പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ നേതാക്കൾ ഈ ഇതിഹാസങ്ങളെ 2ആയി ചുരുക്കിയെങ്കിലും അനേകം പ്രാദേശിക ഇതിഹാസങ്ങളുടെ ഒരു നാടുകൂടിയാണ് ഇന്ത്യ. പലപ്പോഴും വാമൊഴിയായി നിലനിൽക്കുന്ന ഒട്ടേറെ ഇതിഹാസങ്ങൾ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരികയും നിലനിൽക്കുകയും ചെയ്ത ഒരു നാടുകൂടിയാണ് ഇന്ത്യ. അങ്ങനെ ഏത് കൃതിയെടുത്താലും ചിന്തയെടുത്താലും ദർശനത്തിൻ്റെ സ്വരൂപമെടുത്താലും ഒന്നിൽ മാത്രം നിർത്താനാകാത്ത ഒരു രാജ്യമായിരുന്നിട്ടുണ്ട് ഇന്ത്യ. അതൊരു രാജ്യമായത് എങ്ങനെയെന്ന കാര്യത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ നാം അറിയുന്ന ഇന്ത്യ, ഈ സ്വതന്ത്ര ഇന്ത്യയും അതിന് തൊട്ട് മുമ്പുള്ള, ചുരുങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലെങ്കിലുള്ള ഇന്ത്യയും അതിനു മുമ്പ് നിലനിന്നിരുന്ന പലപ്പോഴും ഇന്നത്തെ ഭൂപടത്തിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള ഇന്ത്യയും, ഈ ഇന്ത്യയിൽ ഒന്നും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് മാത്രമായി നിലനിന്നിട്ടില്ല.
അനോഭദ്രാകൃതവോ എന്ത് വിശ്വത എന്ന ഒരു പ്രശസ്തമായ വാക്യമുണ്ട്. വിശ്വം മുഴുവനിൽ നിന്നും ശുഭചിന്തകൾ നമ്മിലേക്ക് പ്രവഹിക്കട്ടെ. ഒരുപക്ഷെ നാം ഇന്ത്യയുടെ വേര് കണ്ടെത്തേണ്ടത് ഈ തരത്തിലുള്ള സമീപനങ്ങളിൽ നിന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പറഞ്ഞത് ഏതെങ്കിലും പ്രത്യേക മതത്തിലോ വിഭാഗത്തിലോ പെട്ടവർ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കെ തന്നെ അതിൻ്റെ ഉത്ഭവത്തെക്കാളേറെ അതിൻ്റെ പ്രസക്തമായ അർത്ഥം ഈ എങ്ങു നിന്നുമുള്ള ചിന്തകളെ സ്വാഗതം ചെയ്യുന്ന ഒരു മനസ്സുകൂടി ഈ ഇന്ത്യക്കകത്ത് ജാതിയിലും പലതരത്തിലുള്ള സങ്കുചിതമായ മതവിശ്വാസങ്ങളിലും ഒക്കെ കുടുങ്ങിക്കിടുന്ന ഇന്ത്യക്കകത്ത് നിലനിന്നിരുന്നു എന്നാണ്. ഇത്തരം വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് ഞാൻ ലജ്ജയോടുകൂടിയാണ്. വസുധൈവ കുടുംബകം എന്നൊക്കെയുള്ള വാക്കുകൾ പറയാൻ. കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മുദ്രാവാക്യങ്ങളായി മാറിയ ഒരു കാലത്താണ് നാം. എങ്കിലും അവയുടെ മൂലാർത്ഥങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത് ലോകത്തെ മുഴുവൻ കുടുംബമായി കാണുന്ന ഒരു ദർശന സമ്പ്രദായത്തിലേക്കാണ്. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള നമ്മെ സഹായിക്കുന്ന, നമ്മുടെ ജീവിതത്തെ വളർത്തുന്ന, മനസ്സിനെ വളർത്തുന്ന ചിന്തകളെ സ്വാഗതം ചെയ്യുന്ന ഒരു ചിന്താ രീതിയിലേക്ക് ആണ്. ആസ്തികം, നാസ്തികം മുതലായ വാക്കുകൾ ധാരാളമായി പ്രയോഗിക്കപ്പെടുമ്പോഴും നമുക്കറിയാം നമ്മുടെ ദർശനങ്ങളിൽ, നമ്മുടെ ഷഡ്ദർശനങ്ങളിൽ 4 നിരീശ്വര ദർശനങ്ങൾ ആണ്. അത് ബുദ്ധ, ജൈന, സാഖ്യ, ചാർവാക ദർശനങ്ങൾ. ഈ 4 നാം ഇന്നറിയുന്ന അർത്ഥത്തിലുള്ള ഈശ്വര സങ്കല്പത്തെ അംഗീകരിക്കുന്ന ദർശനങ്ങൾ അല്ല തന്നെ. ഞാൻ പലതവണ ഋഗ്വേദം വായിച്ചിട്ടുള്ള, പരിഭാഷകളിലൂടെ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഉപനിഷത്തുകളും ഒരു കാലം ധാരാളമായി വായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഋഗ്വേദം വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറൊക്കെ ഋഗ്വേദം ഒരിക്കലും ഒരു ഈശ്വരനുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നതേയില്ല. ഒന്നാമത് അതിനെ ഞാൻ എപ്പോഴും വായിച്ചിട്ടുള്ള ഒരു പാൻതേയിസ്റ്റ് കൃതിയായിട്ടാണ്. പ്രകൃതി ആരാധനയുടെ ആദ്യകാലത്തുണ്ടായിരുന്ന മനുഷ്യരുടെ പ്രകൃതി ആരാധന. കാരണം അതിലെ ദൈവങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ജലവും അല്ലെങ്കിൽ അഗ്നിയും അതുപോലുള്ള, അല്ലെങ്കിൽ അവരുടെ മൂർത്തിമൽഭാവങ്ങളായ ആളുകളാണ്. ഇന്ദ്രനോ വരുണനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ആത്യന്തികമായി പ്രകൃത്യാരാധകരായ മനുഷ്യരുടെ ഒരു വേദം എന്ന നിലയിലാണ് ഋഗ്വേദത്തെ ഞാൻ കാണുന്നത്. അതിൽ തന്നെ അതിലെ വളരെ പ്രശസ്തമായ ഒരു സൂക്തങ്ങളിൽ ഒന്ന് നാസദീയ സൂക്തം എന്നറിയപ്പെടുന്ന ഒന്നാണ്. ഈ നാസദീയ സൂക്തം ദൈവത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സൂക്തമാണ്. ഞാനതിൻ്റെ ഉദ്ധരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഏതാണ്ട് പറയുകയാണെങ്കിൽ അത് കുറെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്, ഉത്തരങ്ങൾ പറയുന്നതിനേക്കാളേറെ ചെയ്യുന്നത്. അത് ഏതാണ്ട് ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ കഴിയും. ആർക്കറിയാം, ആർ അതിവിടെ പ്രഖ്യാപിക്കും, എന്ന് മുതലാണ് അത് ഉണ്ടായത്, സൃഷ്ടി എന്ന് ആരംഭിച്ചു, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ശേഷമാണ് ദൈവങ്ങൾ വന്നത്, അപ്പോൾ എന്ന് മുതലാണ് അത് ഉണ്ടായതെന്ന് ആർക്കറിയാം, ഈ സൃഷ്ടി എവിടെ നിന്നുണ്ടായി, അത് സ്വയം ഉണ്ടായതാകാം, അല്ലെന്നും വരാം. ഇത് സാധാരണ നമ്മുടെ പാശ്ചാത്യ ഭാഷയിൽ പറഞ്ഞാൽ ഇത് സംശയവാദത്തിന്റെ, സ്കെപ്റ്റിസിസം എന്നോ അതിനേക്കാൾ വേറെ അഗ്നോസ്റ്റിസിസം എന്നോ പറയാവുന്ന ഒരു ചിന്താ സമീപനത്തിന്റെ ആവിഷ്കാരമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപക്ഷെ എൻ്റെ രീതിയിൽ വായിച്ചതുകൊണ്ടാവാം, ഉപനിഷത്തുകൾ വായിക്കുമ്പോഴും അത് ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ആത്യന്തിക ഭാഷയിലല്ല, മറിച്ച് ഒരുപക്ഷെ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ആദിയിലുണ്ടായിരുന്ന ഒരു ഊർജത്തെക്കുറിച്ച് ആണ് എന്ന് വിശേഷിച്ചും ഈശാവാസ്യമോ കേനമോ ഒക്കെ വായിക്കുമ്പോഴൊക്കെ തോന്നാറുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിത് ഇങ്ങനെ ബന്ധിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ മനസ്സിൽ മുരളി കുട്ടി ഉള്ളത് കൊണ്ടാണ്. മുരളി ഇതിൻ്റെയൊക്കെ ഒരു വിമർശകനും കൂടിയായ വായനക്കാരൻ ആയിരുന്നു. അപ്പോൾ കേരളത്തില് പ്രശസ്തമായ ഒരു നിർവചനമുണ്ട്, ബ്രഹ്മത്തിന് നൽകുന്ന നിർവചനം. ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി ന മനഃ ന വാഗ്മോ ന വിദ്മോ ന വിജാനീമോ യഥൈ തദനു ശിഷ്യാത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ന തത്ര ചക്ഷുർഗച്ഛതി, കണ്ണുകൾ അങ്ങോട്ട് പോകുന്നില്ല, അതിനെ കാണാൻ കഴിയുകയില്ല.
വാഗച്ഛതി, വാക്കുകൾ അങ്ങോട്ട് പോകുന്നില്ല, വാക്കുകൾ കൊണ്ട് അതിനെ വിവരിക്കാൻ കഴിയുകയില്ല. വിദ്മോ, അത് പഠിക്കാനാവില്ല, ആ വിദ്യ നേടാനാവില്ല. ഇങ്ങനെയാണ് ബ്രഹ്മത്തെ നിർവചിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ പാശ്ചാത്യമായ ഗോഡ് അല്ലെങ്കിൽ ദൈവം എന്നൊരു സങ്കല്പം ഈ ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ ഒരിടത്തും വസ്തുത ഞാൻ കണ്ടിട്ടില്ല. അതിലുള്ളത് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരുതരം അന്വേഷണമാണ്, ഒരുതരം തുറന്ന അന്വേഷണമാണ്. അക്കാലത്ത് മനുഷ്യന് സാധ്യമായിരുന്ന രീതിയിൽ, അക്കാലത്ത് മനുഷ്യർ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കിയിരുന്ന രീതിയിൽ അതിനെക്കുറിച്ച് സംശയിക്കാനും ചോദിക്കാനും ചില ഉത്തരങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള പ്രയത്നങ്ങളായാണ് അവയെ ഒരുപക്ഷെ വായിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് കൗന്ദ്യമുനിയെ പോലെ ഒരു സംശയവാദി പറയുന്നത് അദ്ദേഹം വേദവിരുദ്ധനായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് വേദങ്ങൾ പറയുന്നത് മറ്റ് രീതികളിൽ പറയാനാവില്ലെങ്കിൽ ഈ വേദങ്ങൾ പൂർണ്ണമായും അർത്ഥശൂന്യമാണ് എന്നാണ്. കാരണം വേദത്തിന്റെ അക്കാലത്ത് ഉടമസ്ഥരായി സ്വയം കരുതിയിരുന്ന ബ്രാഹ്മണർ പറഞ്ഞിരുന്നത് ഈ വേദങ്ങൾ അതേപടി പറയാനേ കഴിയൂ, വേറൊരു രീതിയിലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല, വേറൊരു രീതിയിലും പറയാൻ കഴിയില്ല. അപ്പൊ വേറൊരു രീതിയിലും പറയാൻ കഴിയാത്തത് നിലനിൽക്കുന്നതേ ഇല്ല. ഇത് നമ്മുടെ വിറ്റ്ഗൻസ്റ്റീനിലേക്കൊക്കെ നയിക്കും. ആലോചിച്ച് നോക്കിയാൽ ഭാഷാ ശാസ്ത്രത്തിൽ വിറ്റ്ഗൻസ്റ്റീൻ പറയുന്നുണ്ട് വാക്കിൽ പറയാൻ കഴിയാത്തത് നിലനിൽക്കുന്നില്ല എന്ന്. ഏതാണ്ട് ആ രീതിയിലാണ് ഈ സംശയാത്മാവായ കൗന്ദ്യമുനി, നല്ല അർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് സംശയാത്മാവ് എന്ന പദം, ഈ ചോദ്യം അല്ലെങ്കിൽ ഈ പ്രസ്താവം നടത്തുന്നത്. മറ്റു രീതികളിൽ പറയാനാവാത്ത ഒന്നും നിലനിൽക്കുന്നില്ല. ഏത് കാര്യവും നമുക്ക് പല രീതികളിൽ പറയാനാകും. പല രീതികളിൽ പറയാനാകുന്നില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ തരത്തിലുള്ള നാസ്തികവാദത്തിൻ്റെയും ആസ്തികവാദത്തിൻ്റെയും സംശയവാദത്തിൻ്റെയും ഒക്കെയായ ഒരു ദർശന പാരമ്പര്യമാണ് വാസ്തവത്തിൽ ഉള്ളത്. എന്നാൽ അത് നമുക്കറിയാവുന്നതുപോലെ ക്രമേണ ചില വിഭാഗങ്ങൾ മതപരമായും ജാതിപരമായും ഉയർന്നത് എന്ന് സ്വയം കരുതിയിരുന്ന ചില വിഭാഗങ്ങൾ അവരുടെ മാത്രമാക്കുകയും അവരുടേതായ ചില ദർശനങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ നെടുനായകത്വം സ്ഥാപിക്കുകയും ചെയ്തു. നായകത്വം എന്ന വാക്ക് പറയുമ്പോഴും എനിക്ക് മുരളി ഓർമ്മ വരും. കാരണം ഞങ്ങളൊക്കെ കൂടി ആലോചിച്ചിരുന്നത്, രാമേന്ദ്രൻ കൂടി ആലോചിച്ചിട്ട് ഉണ്ടാക്കിയൊരു വാക്കാണ്. അതായത് ആ വാക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഹെഗേമനി എന്ന ആന്റോണിയോ ഗ്രാംഷി ഉപയോഗിക്കുന്ന വാക്കിന് എന്തായിരിക്കും മലയാളം? അധീശത്വം എന്ന വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടികയും മുരളിയൊക്കെ പറഞ്ഞിരുന്ന പോലെ നെടുനായകത്വം. അധീശത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാതെ തന്നെ നേരിട്ടുള്ള അധികാര പ്രയോഗത്തിലൂടെ അല്ലാതെ തന്നെ ഒരു സമൂഹത്തിൽ ചില ആശയങ്ങൾ നേതൃത്വം നേടുന്നതിനെയാണ്. ഒരു നേതൃസ്ഥാനത്ത് എത്തുന്ന അതിനെ സൂചിപ്പിക്കാനാണ് ഗ്രാംഷി ഈ വാക്ക് മാർക്സിസ്റ്റ് സംജ്ഞാവലിയിൽ അവതരിപ്പിച്ചത്. ഹെഗേമനി എന്ന വാക്ക്, അതായത് ഈ തരത്തിലുള്ള നാം അറിയാതെ തന്നെ നമ്മുടെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ചില അധീശത്വങ്ങൾ. ഒരു സമൂഹത്തിൽ അവർക്ക് ഭരണം നേടാനായില്ലെങ്കിൽ പോലും സമൂഹ മനസ്സുകളെ ഭരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ചില ആശയങ്ങളുടെ വ്യാപനവും അതിൻ്റെ നെടുനായകത്വവും. ആ അർത്ഥത്തിൽ ചില ആശയങ്ങൾ പ്രാചീന ഇന്ത്യയുടെ ചിന്തയിൽ നിന്ന് നെടുനായകത്വം നേടി അതിൻ്റെതായ ഒരു ഏജന്റ് അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കിയ ആളുകളുണ്ടായിരുന്നു, മതവിഭാഗങ്ങളുണ്ടായിരുന്നു, ജാതി വിഭാഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ദർശനത്തെ പലപ്പോഴും അതിൻ്റെ വൈവിധ്യവും അതിനുണ്ടായിരുന്ന സംവാദത്തിൻ്റെ നിരന്തര പാരമ്പര്യവും വിസ്മരിച്ചുകൊണ്ടാണ് നാം ഇന്ന് കാണുകയും അവതരിപ്പിക്കുകയും പലപ്പോഴും ചെയ്യുന്നത്. അനേകം വാദങ്ങളെയും പ്രതിവാദങ്ങളെയും കുറിച്ച് നിങ്ങളെല്ലാവരും തന്നെ അമർത്യാസെന്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന കൃതി വായിച്ചിട്ടുണ്ട്, അതെനിക്ക് തീർച്ചയാണ്. അല്ലെങ്കിൽ കുറെ കൂടി സമീപകാലത്ത് അശോക് വാജ്പേയി എഡിറ്റ് ചെയ്ത വളരെ പ്രധാനമായ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യ ഡിസെൻസ്. തീർച്ചയായും നിങ്ങൾ പ്രൊഫസർ താപ്പറ ഡിസെന്റ് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഇന്ത്യ ഡിസെൻസിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ചെയ്യുന്നത് നേരിട്ട് ഒരു അവതാരികയുണ്ട്. ഈ തരത്തിലുള്ള ഭിന്ന ചിന്താധാരകൾ തമ്മിൽ നടന്ന സംവാദങ്ങളുടെ പരിഭാഷകൾ ഈ സമാഹാരത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അതിലൂടെ നമുക്ക് ഈ ശരിയായ ഒരു ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യന്റെ ചിത്രം കിട്ടുന്നു. നിരന്തരമായി വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഇന്ത്യക്കാരന്റെ അഥവാ ഇന്ത്യക്കാരിയുടെ ഞാൻ
ബോധപൂർവം തന്നെ പറയുകയാണ്. ഗാർഗിയൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആദ്യകാലത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ച പലരും സ്ത്രീകളായിരുന്നു. ദൈവത്തെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും ലോകപ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെയുള്ള പല ആദ്യ ചോദ്യങ്ങളും ഇന്ത്യയിലെ സ്ത്രീകളിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ആ തരത്തിൽ ചോദ്യം ഉന്നയിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വിശ്വാസികളായ ആളുകളെയും വിശ്വാസങ്ങളെയും മാത്രം ഫോർഗ്രൗണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് ആണ് പിൽക്കാലത്ത് ഇന്ത്യൻ ദർശനങ്ങൾ വികസിക്കുകയോ അവതരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തത് എന്ന് പറയാം. അനേകം ഞാൻ ആ വിവാദങ്ങളുടെ ദീർഘചരിത്രത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും പരിചിതമായിരിക്കുക ശങ്കരാചാര്യരും മണ്ഡനമിശ്രനും പത്നിയായിട്ടുള്ള ഉദയഭാരതിയും തമ്മിൽ നടന്നിട്ടുള്ള തർക്കങ്ങൾ ആയിരിക്കാം. അത് വളരെ ഈ വിവാദങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. ആ തരത്തിലുള്ള അനേകം വിവാദങ്ങൾ ഈ ഇതിഹാസങ്ങളിൽ, രാമായണം പോലുള്ള മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിൽ, ഭാഗവതം പോലുള്ള കൃതികളിൽ പോലും ഈ തരത്തിൽ ഒരുപാട് വാദവിവാദങ്ങൾ ഉണ്ട്. ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകപ്പെടുന്നുണ്ട്, ആ ഉത്തരങ്ങൾ കൊണ്ടും സമാധാനം കിട്ടാതെ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത്തരം ഒരു രീതി നമ്മുടെ ദർശനങ്ങളിൽ എന്ന് പറയുന്ന നമ്മുടെ ഇതിഹാസങ്ങളിലും കാണാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പരിഹാസത്തിന്റെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. സംസ്കൃത നാടകങ്ങളിലെ വിദൂഷകന്റെ കാലം മുതൽ നമ്മുടെ ചാക്യാർ കൂത്ത് പറയുന്ന ചാക്യാർ വരെയുള്ള ഒരു ദീർഘ പാരമ്പര്യം. ഈ വിദൂഷക പാരമ്പര്യവും വേറൊരർത്ഥത്തിൽ ഈ ആർഗ്യുമെന്റ് വിവാദാത്മകമായ പാരമ്പര്യത്തിന്റെ തന്നെ ഒരു സവിശേഷമായ പ്രകടനമാണ്. രാജാവിന്റെ മുമ്പിൽ വെച്ച് രാജാവിനെ കളിയാക്കുന്നതിൽ നിന്ന് ചാക്യാരെ ആർക്കും വിലക്കാൻ കഴിയുമായിരുന്നില്ല. ആ സമയത്ത് ആ പ്രത്യേക സമയത്ത് നമ്മൾ തെയ്യങ്ങളെ പറ്റിയൊക്കെ പറയും. പിന്നീട് അവര് വീണ്ടും സമൂഹത്തിന്റെ പിന്നിലേക്ക് തള്ളി മാറ്റപ്പെടുന്നുണ്ടാകാം. പക്ഷെ ആ സമയത്ത് തെയ്യം ഒരു ദൈവം തന്നെയാണ്, അതിനപ്പുറത്ത് ഒന്നുമില്ല. അതുപോലെ ഈ ചാക്യാർ കൂത്ത് പറയുന്ന സമയത്തെങ്കിലും രാജാവിനെയോ അതിലും വലിയ ഏതെങ്കിലും അധികാരിയുണ്ടെങ്കിൽ ആ അധികാരിയെയോ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ചാക്യാർക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു പാരമ്പര്യമുണ്ട്. അതിൽ നിന്നാണ് പിന്നീട് അനേകം നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ സംസ്കൃത നാടകങ്ങളിൽ വിദൂഷകരുണ്ട്. പിൽക്കാലത്ത് വന്ന അനേകം നാടകങ്ങളിൽ ആ തരത്തിലുള്ള വിദൂഷകർ പല രീതിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വിദൂഷകർ മിക്കവരും വലിയ തത്വചിന്തകരായിരുന്നു. ഷേക്സ്പിയറിനെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഷേക്സ്പിയറിന്റെ ഫോൾസ്റ്റാഫ് എന്ന കഥാപാത്രം വിദൂഷകനായിട്ടാണ്, ഫൂൾ ആയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഒരുപക്ഷെ അതിലത്തെ എല്ലാ കഥാപാത്രങ്ങളെക്കാളും ബുദ്ധിയുള്ള കഥാപാത്രം ഫോൾസ്റ്റാഫാണ്. ഫോൾസ്റ്റാഫാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും എന്താണ് വാട്ട് ഈസ് ഓണർ എന്നുള്ള അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ സംസാരം. എന്താണ് ഈ മാന്യത എന്ന് പറയുന്നത്, എന്താണ് ഈ മാന്യതയുടെ വിലയില്ലായ്മയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദീർഘപ്രഭാഷണം മാത്രം ഓർമ്മിച്ചാൽ മതി. എന്തുമാത്രം കൃഷ്ണാശാലിയായിരുന്നു ഫോൾസ്റ്റാഫിനെ പോലെ ഒരു വിഡ്ഢിയായി സ്വയം കാണിച്ച വിദൂഷകനായി നാടകകൃത്ത് അവതരിപ്പിച്ച, എന്നാൽ അദ്ദേഹം വിദൂഷകനല്ലെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയർ അവതരിപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആ തരത്തിലുള്ള ഒരു കഥാപാത്രം. അപ്പൊ ഈ തരത്തിൽ പല തലങ്ങളിൽ അധികാരം നിലനിൽക്കുന്നതോടൊപ്പം അധികാരികളെ പരിഹസിക്കുന്നവരും അധികാരികളെ എതിർക്കുന്നവരും അധീശ ചിന്തകളെ എതിർക്കുന്നവരും ഒക്കെ കൂടി നിലനിന്നിരുന്ന ഒരു പാരമ്പര്യധാര. അത് മാത്രമായിരുന്നു നമ്മുടെ പാരമ്പര്യം, ഞാൻ പറയുന്നില്ല. അടിമത്തത്തിന്റെ വലിയ ഇരുണ്ട ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ തുറന്നു കിടക്കുന്ന, പല രീതികളിൽ വ്യാഖ്യാനിക്കാവുന്ന, പല രീതികളിൽ വായിക്കാവുന്ന ചിന്തയുടെ, ആശയത്തിന്റെ, ദർശനത്തിന്റെ ഒരു ധാര കൂടി നമ്മുടെ ഭൂതകാലത്ത് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ധാരകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. അത് ഞാൻ പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാനല്ല ഉപയോഗിച്ചത്, ആദ്യം ഉപയോഗിച്ച പതഞ്ജലിയാണ്. ശ്രമണം, ബ്രാഹ്മണം എന്ന വാക്കുകൾ. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം നിലനിന്നിട്ടുള്ള സംഘർഷങ്ങളിൽ ഒന്ന് ബ്രാഹ്മണരും ശ്രമണരും തമ്മിലുള്ള സംഘർഷമാണ്. ഈ വാക്കുകൾ നിലവിൽ വരുന്നത് ബുദ്ധന്റെയും മഹാവീരന്റെയും കാലത്താണ്. ബ്രാഹ്മണൻ എന്ന വാക്ക് അതിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ശ്രമണൻ എന്ന വാക്ക് അന്ന് വളരെ പരിമിതമായ അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടത്. സന്യാസി, മൂക്ഷു, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവൻ, അലഞ്ഞു തിരിഞ്ഞ് സ്വന്തം ഉപജീവനം സമ്പാദിക്കുന്ന ആളുകൾ. പക്ഷേ ശ്രമണർ എന്ന വാക്കിന്റെ മൂലം അന്വേഷിച്ചു പോയാൽ നാം എത്തുക ശ്രമം എന്ന വാക്കിലാണ്. ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ.
അപ്പൊ ജോലി ചെയ്യാതെ ജീവിക്കേണ്ടി വരുന്ന കുറെ ആളുകൾ, മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്ന ഒരു മഹാഭൂരിപക്ഷവും, അത് ഇന്ത്യയുടെ സംസ്കാരത്തെ എന്നും നിർവചിച്ചു പോന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള സംഘർഷം വളരെ നിർവചനീയമായ ഒരു പങ്ക് നമ്മുടെ പാരമ്പര്യത്തിൽ മുഴുവൻ തന്നെ വഹിച്ചിട്ടുണ്ട്. ആ ശ്രമണധാരയുടെ ആവിഷ്കാരമായിരുന്നു വലിയ ഒരളവോളം ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ എന്ന് ഞാൻ പറയും. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരാൾ, പരോക്ഷമായി അയ്യങ്കാളിയെ പോലെ ഒരാൾ പോലും ഉയർന്നു വന്ന പാരമ്പര്യം ഈ ഭക്തി സൂഫി പാരമ്പര്യത്തിൻ്റെതായിരുന്നു. കാരണം ഈ ഭക്തി പാരമ്പര്യം പലരും കരുതുന്നത് പോലെ ഒരുതരം അടിമത്തത്തിന്റെ പാരമ്പര്യമായിരുന്നില്ല. അതിനെക്കുറിച്ച് അടുത്ത് വായിക്കാനും എഴുതാനും ആ കവിതകൾ പരിഭാഷ ചെയ്യാനും ആ കവികളെ കുറിച്ച് കവിതകൾ എഴുതാനും ഒക്കെ മുതിർന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. കാരണം ഈ ഭക്തി തീർച്ചയായും അതിലൊരു ആത്മീയതയുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പാമ്പാട്ടി ചിത്ര പോലെയൊക്കെയുള്ള സിദ്ധരുടെ ചിന്തകളാണ് നാരായണ ഗുരുവിലൂടെ കേരളത്തിലെത്തുകയും കേരളത്തെ തന്നെ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് നയിക്കുകയും അത് പിന്നോട്ട് പോയോ എന്ന സംശയത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് ചെയ്തത്. അപ്പോൾ ഈ ആ പാരമ്പര്യത്തിൻ്റെ സവിശേഷത ഒന്ന്, ബ്രാഹ്മണാധിപത്യത്തെ അംഗീകരിച്ചില്ല, അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തെ അംഗീകരിച്ചില്ല. ഈ കവികളെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ, സൂഫി കവികളായാലും ഞങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങളങ്ങ് നേരിട്ട് സംസാരിച്ചോളാം, അതിനിടയ്ക്ക് നിങ്ങൾ പൂണൂലും കിണ്ടിയും ഒക്കെ ആയിട്ട് വന്നിട്ട് ആചാരം നടത്തുകയോ മന്ത്രം ജപിക്കുകയോ ഒന്നും വേണ്ട. ദൈവമാണ് ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചതെങ്കിൽ വേറൊരാളുടെ സഹായമില്ലാതെ തന്നെ ഞങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ജനകീയ ദൈവസങ്കല്പം അല്ലെങ്കിൽ ജനകീയമായ ആത്മീയതയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ഈ കവികളിൽ കാണാം. മറ്റൊന്ന്, സംസ്കൃതത്തിൻ്റെ ആധിപത്യത്തെ അവർ ചോദ്യം ചെയ്തു. അവരിൽ പലരും സംസ്കൃതം അറിയുന്ന ആളുകളൊക്കെ ആയിരുന്നു, പക്ഷെ അവരൊരിക്കലും സംസ്കൃതത്തിൽ എഴുതിയില്ല. ഒന്നാമത് കാരണം അവർ ഒരു വാമൊഴി പാരമ്പര്യമാണ് ഭക്തിയുടെ. ഇവരാരും എഴുതിയിട്ടില്ല. കബീറും തുക്കാറാമും അല്ലെങ്കിൽ നാമദേവരും ലാൽദത്തും വഹീനാബായിയും ഗംഗാസതിയും മീരാബായിയും ഇവരാരും എഴുത്തുകാരായിരുന്നില്ല. അവരെല്ലാം പാടുകയാണ് ചെയ്തത്. കബീർ നെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാടിക്കൊണ്ടിരുന്നു. ചൊക്കാമേള ഇഷ്ടികകൾ വെച്ച് വീടുകൾ പടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ വിഠളനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത് തന്നെയാണ് ഒരുപക്ഷെ മീരാബായിയെ പോലുള്ള അപവാദങ്ങൾ. പക്ഷെ മീരാബായി പോലും നമുക്കറിയാവുന്ന ഒരു സ്വയം ഡീക്ലാസ് ചെയ്ത ശേഷമാണ്, പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഒരു ഭക്തി കവിയായിട്ട് മാറുന്നത്. കവി എന്ന വാക്ക് ബോധപൂർവ്വം ഉപയോഗിക്കാം, കവിയത്രി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല ഈയിടെയായിട്ട്. അപ്പോൾ ഈ തരത്തിൽ ഇവരെല്ലാവരും തന്നെ സ്വന്തം ഭാഷകളിൽ പാടുകയും അല്ലെങ്കിൽ കവിതകൾ ചൊല്ലുകയും അങ്ങനെ സ്വന്തം ഭാഷകളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. എഴുത്തച്ഛനെ പറ്റിപ്പോലും നാം പറയാറുള്ളത് ഭാഷാപിതാവ് എന്നാണ്. അത് ഇപ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ അദ്ദേഹത്തെ ഭാഷാപിതാവ് എന്ന് വിളിക്കാനുള്ള കാരണം അത് ഒരു കാലത്തെ മാനക മലയാളം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾക്കുള്ള പങ്ക് പരിഗണിച്ചാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ തരത്തിൽ മറ്റ് ഭാഷകളിലുമുള്ള ഭക്തി കവികളിലൂടെയാണ് ആ ഭാഷകൾ തന്നെ സ്വത്വം നേടിയത്. അതോടൊപ്പം തന്നെ അപ്പോൾ സംസ്കൃതത്തിൻ്റെ ഹെഗേമനിയെ, അതിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്ത ആളുകളായിരുന്നു ഈ കവികൾ എല്ലാം തന്നെ. ബ്രാഹ്മണ്യത്തെ ചോദ്യം ചെയ്തു, പൗരോഹിത്യത്തെ ചോദ്യം ചെയ്തു, സംസ്കൃത ഭാഷയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു, വർണ്ണങ്ങളെ ചോദ്യം ചെയ്തു, ജാതിയെ ചോദ്യം ചെയ്തു. ഈ കവികൾ ജാതിയെ പൂർണ്ണമായി നിരാകരിച്ച്, ഞാൻ സൂചിപ്പിച്ച തുളസീദാസിനെ പോലുള്ള അപൂർവം ചില അപവാദങ്ങളെന്നും ഞാൻ പറയാൻ കാരണം ആയിരക്കണക്കിനാണ് ഭക്തി കവികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിൽ 1-2 പേർ ശരിക്കും എക്സെപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ ഈ ആളുകൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഒരു പക്ഷേ കന്നഡ ശൈവ കവികളാണ്. ബസവണ്ണയെ പോലുള്ള ആൾ. ബസവണ്ണയെയും അക്കമഹാദേവിയെയും കുറിച്ചൊക്കെ നിങ്ങൾ കുറേയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അക്കമഹാദേവിയെയും മീരയെയും പോലുള്ള ഒരുപാട് കവിയത്രികൾ ഞാൻ പറഞ്ഞ പോലെ
ബഹീനബായ ഗംഗാസതി മുതലായ ഒരുപാട് ലാൽ ദത്ത്, കാശ്മീരിലെ ലാൽ ദത്ത്, ഇങ്ങനെയുള്ള സ്ത്രീ കവികളും ധാരാളമായിട്ടുണ്ടായിരുന്നു. അവർ ലിംഗഭേദം, വർണ്ണഭേദം, ജാതിഭേദം ഈ 3 തരത്തിലുള്ള വ്യത്യാസങ്ങളെയും ചോദ്യം ചെയ്യുകയും ബസവണ്ണയെപ്പോലുള്ള ആളുകൾ ആ രീതിയിലുള്ള ബദൽ സമുദായങ്ങൾ തന്നെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ബുദ്ധൻ ഒരു വലിയ അളവോളം ചെയ്തതുപോലെ തന്നെയാണ് ഈ കവികൾ തങ്ങളുടെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ തങ്ങൾ വസിച്ചിരുന്ന ഇടങ്ങളിൽ ഈ തരത്തിലുള്ള ഭേദങ്ങൾക്കൊന്നും തന്നെ സ്ഥാനമില്ല എന്ന് പ്രസ്താവിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തത്. അപ്പം അതിൽ സ്ത്രീ മുക്തിയുടേതായ അംശങ്ങളും ധാരാളമായി ഉണ്ടായിരുന്നു. മീരയുടെയോ അല്ലെങ്കിൽ ഇന്ന് വായിച്ചു നോക്കുമ്പോൾ, പക്ഷെ മീരയുടെ കാലത്ത് അതിനെപ്പറ്റി അവർ ബോധവതിയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിൽ തീർച്ചയായിട്ടും കൊട്ടാരത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും ധനപ്രമത്തതയിൽ നിന്നുമുള്ള ഒരു വിമോചനം, തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, തൻ്റെ കാമുകനെ ഇഷ്ടപ്പെടാൻ കൂടിയുള്ള തരത്തിലൊരു വിമോചനം ആണ് മീര ആഗ്രഹിക്കുകയും തൻ്റെ കവിതകളിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്തത്. ഇതൊരു പക്ഷേ അക്കാലത്ത് അനേകം കവികളെക്കുറിച്ച് പറയാൻ കഴിയും. അക്കമഹാദേവിയെക്കുറിച്ച് പറയുന്നത് അവർ നഗ്നയായിട്ടാണ് നടന്നിരുന്നത് എന്നാണ്. മുടികൊണ്ട് മാത്രം ശരീരം മറച്ചാണ് അവർ നടന്നിരുന്നത്. അതൊരു വെല്ലുവിളിയാൽ പാട്രിയാർക്കിയോടുള്ള, പുരുഷ മേധാവിത്വത്തോടും പുരുഷ നോട്ടത്തോടുമുള്ള, മെയിൽ ഗെയ്സിനോടുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ട് നമുക്കൊരു പക്ഷേ ആ നഗ്നതയെ ഇന്ന് കാണാൻ കഴിയും. അതേപോലെ നഗ്നയായിട്ടാണ് ലാൽ ദത്ത് എന്ന് വിളിക്കപ്പെടുന്ന, അവർക്ക് 2 പേരുകളുണ്ട്. ഹിന്ദുക്കൾ അവരെ ലല്ലേശ്വരി എന്ന പേരിലും മുസ്ലിങ്ങൾ അവരെ ലല്ല ആരിഫ എന്ന പേരിലും ആരാധിക്കുന്നു കാശ്മീരിൽ. ഇപ്പോൾ ലല്ലേശ്വരിയും ഇതേപോലെ തന്നെ നഗ്നതയിലൂടെ ഈ ഒരു ഭാഗത്ത് ഈ ശരീരത്തിൻ്റെ തന്നെ നിസ്സാരതയും മറ്റൊരു ഭാഗത്ത് ഈ പുരുഷ നോട്ടത്തിൻ്റെ ക്രൗര്യവും അതിനെതിരായിട്ടുള്ള വെല്ലുവിളിയും ഉയർത്തിയ ഈ 2 ആശയങ്ങളും ഒരേ സമയത്ത് ഉയർത്തിയ ഒരു കവിയായിരുന്നു. അപ്പം ഇങ്ങനെ ലിംഗാധിഷ്ഠിതമായ വ്യത്യാസങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന വിവേചനങ്ങൾക്ക് എതിരായ ഒരു നിൽപ്പ്, ജാതി വിവേചനത്തിനെതിരായ ഒരു നിൽപ്പ്, വർണ്ണവിവേചനത്തിനെതിരായ ഒരു നിൽപ്പ് അത് ഈ കവികളിൽ ഉടനീളം കാണാൻ കഴിയും. അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. എന്തുകൊണ്ട് അവർ ആ തരത്തിൽ നിലനിൽക്കുന്ന മതത്തിന് സമാന്തരമായ ഒരു ബദൽ മതം സൃഷ്ടിച്ചു? എന്തുകൊണ്ട് അവർക്ക് അതിന് ഒരുപക്ഷെ അവരുടെ വർഗോൽപത്തിയിലേക്ക് കൂടി പോകേണ്ടി വരും. ഈ കവികളെ എല്ലാം എടുത്തു നോക്കുക. ഇപ്പോൾ തിരുവനന്തപുരം ഈ തമിഴ് സിദ്ധകവികളെക്കുറിച്ചും മറ്റുമുള്ള കൃതികൾ എടുത്ത് നോക്കിയാൽ അറിയാം, അവരെല്ലാവരും തന്നെ പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്തിരുന്ന ആളുകളായിരുന്നു. അതിൽ വളരെ ചെറിയ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത കൃഷിക്കാരുണ്ടായിരുന്നു. അതിൽ മരം കയറുന്ന ആളുകളുണ്ടായിരുന്നു, കള്ള് ചെത്തുകാരുണ്ടായിരുന്നു, അതിൽ മോഷ്ടാക്കൾ പോലും ഉണ്ടായിരുന്നു എന്ന് അതിനെക്കുറിച്ചുള്ള കൃതികൾ പറയുന്നു. മോഷണം ഒരു തൊഴിൽ, ഒരു കൈത്തൊഴിലാക്കി മാറ്റേണ്ടി വന്ന, അതും ആത്യന്തികമായി നോക്കിയാൽ അതും ഈ പറഞ്ഞ ഒരു നിർഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നിസ്വതയുടെ ഒരു ആവിഷ്കാരം തന്നെയാണ് മോഷണം. ഞാൻ പറയുന്നത് വലിയ തോതിലുള്ള ഇന്ന് നടക്കുന്ന വലിയ അദാനിയുടെയോ അംബാനിയുടെയോ മോഷണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ചെറിയ നമ്മുടെ രാത്രി വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ ഒക്കെ എടുത്തുകൊണ്ട് വന്ന ആളുകൾ വാസ്തവത്തിൽ അത് ദാരിദ്ര്യത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ്. ആ രീതിയിൽ നോക്കും. അതുകൊണ്ടാണ് മോഷ്ടാക്കളും ഈ ശൈവ സിദ്ധന്മാരിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സിദ്ധകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരം തൊഴിലുകൾ, അതുപോലെ ലൈംഗിക തൊഴിലാളികൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്തിരുന്ന ആളുകളായിരുന്നു ഈ തമിഴിലെ ശൈവ സിദ്ധർ. അതുപോലെ തുക്കാറാം തലച്ചുമടായിട്ട് ധാന്യം കൊണ്ട് നടന്ന് വീടുകളിൽ വിൽക്കുന്ന ഒരാളായിരുന്നു. കബീർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നെയ്ത്തുകാരനായിരുന്നു. നാമദേവൻ ഒരു തയ്യൽക്കാരനായിരുന്നു. ചൊഖാമേള ഒരു ദളിത് ആയിരുന്നു, അദ്ദേഹം ഒരു ഇഷ്ടിക പണിക്കാരനായിരുന്നു. ഗോര ഒരു മൺപണിക്കാരനായിരുന്നു. അപ്പോൾ ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഇവരെല്ലാവരും തന്നെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്ന ആളുകൾ. അതുകൊണ്ടാണ് അവരുടെ ഭക്തി മറ്റൊരു സ്വഭാവം കൈവരിച്ചത്. അതുകൊണ്ടാണ് അവർ പുരോഹിതരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തത്. അതുകൊണ്ടാണ് അവർ സംസ്കൃതത്തിൻ്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്തത്. അതുകൊണ്ടാണ് അവർ വർണ്ണം, ജാതി, ലിംഗം മുതലായ പലതരത്തിൽ മനുഷ്യരിൽ നിന്ന് അകറ്റുകയും കൃത്രിമമായ ചുമരുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ വിഭജനങ്ങളെയും
ചോദ്യം ചെയ്തത്. അപ്പോൾ ഈ ശ്രമണ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവിഷ്കാരമായി വേണം ഏതാണ്ട് അഞ്ചാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ തുടർന്നു പോരുന്ന ഈ പാരമ്പര്യത്തെ കാണാൻ. തുടർന്നു പോരുന്ന പാരമ്പര്യം എന്നൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഇൻ റിട്രോസ്പെക്റ്റാണ്. കാരണം ഈ കവികൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളൊരു പ്രസ്ഥാനം നിർമ്മിക്കുകയാണെന്നോ ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെന്നോ ഒക്കെ. നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർക്ക് പൊതുവായ ചില കാര്യങ്ങൾ കാണാൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർക്ക് പൊതുവായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം മറ്റു കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രത്തിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല, അതിൻ്റെ ഒരു വിഷയമല്ല. അതുകൊണ്ട് അവരാണ് വാസ്തവത്തിൽ ഇന്നറിയപ്പെടുന്ന ഒരുപാട് സംഗീത രൂപങ്ങൾ സൃഷ്ടിച്ചത്, നൃത്തരൂപങ്ങൾ സൃഷ്ടിച്ചത്, നാടകരൂപങ്ങൾ സൃഷ്ടിച്ചത്. അത് തുങ്കിയാകട്ടെ, അഭംഗാകട്ടെ, കീർത്തനാകട്ടെ, ഭജനാകട്ടെ, അല്ലെങ്കിൽ വചനം എന്ന് പറയുന്ന കന്നഡ രൂപങ്ങളാകട്ടെ, അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്ന കാശ്മീരി രൂപമാകട്ടെ, അല്ലെങ്കിൽ കസീദയാകട്ടെ, അല്ലെങ്കിൽ ഖവ്വാലിയാകട്ടെ, സൂഫി കവികൾ, ഞാൻ പറയുന്നത് സൂഫി കവികൾ, ഭക്തി കവികൾ, ഈ ഇത്തരം കാര്യങ്ങളിൽ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് പ്രവർത്തിച്ചതെന്ന് പറയാം. ആ തരത്തിലുള്ള രൂപങ്ങൾ, അതിൽ കബീർ ഉപയോഗിച്ച അനേക രൂപങ്ങൾ, ദോഹ, ബീജക്ക്, ഉലട്ട് ബാസി മുതലായിട്ടുള്ള കബീർ ഉപയോഗിച്ച രൂപങ്ങൾ, ഇങ്ങനെ അനേകം കാവ്യരൂപങ്ങൾ ഇവർ നിർമ്മിച്ചു. എല്ലാ ഇന്ത്യയുടെ പഴയ നൃത്തരൂപങ്ങളുടെയും അടിസ്ഥാനവും അവിടെ തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുക. അത് ഭരതനാട്യമായാലും കുച്ചിപ്പുടി ആയാലും മറ്റു തരത്തിലുള്ള നമ്മുടെ മണിപ്പൂരി ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ നൃത്തങ്ങളായാലും അതെല്ലാം ഭക്തികാലത്ത് സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അപ്പോൾ ഈ ക്ലാസിക്കൽ, ഇതിനെപ്പറ്റി ഞാൻ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ക്ലാസിക്കൽ ഫോക്ക് എന്നുള്ളതിനെ, ആ വിഭജനത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ക്ലാസിക്കൽ എന്ന് നാം ഇന്ന് വിളിക്കുന്ന കലകളെല്ലാം തന്നെ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന കലകളെ ചിട്ടപ്പെടുത്തിയതാണ്. ക്ലാസിക്കൽ സംഗീതം ആയാലും ശരി, ക്ലാസിക്കൽ നൃത്തങ്ങളായാലും ശരി, അത് ജനകീയമായ നൃത്തങ്ങളെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചില ആളുകൾ അതിനൊരു പ്രത്യേക ചിട്ട, ഓർഡർ നൽകി അത് പിന്നീട് സ്ഥിരമായി മാറ്റപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ അതിനെ ക്ലാസിക്കൽ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ച് എ കെ രാമാനുജൻ ലിറ്റിൽ ട്രഡീഷൻ, ഗ്രേറ്റ് ട്രഡീഷൻ എന്നെല്ലാം പറഞ്ഞ് അതിനെക്കുറിച്ചുള്ള വലിയ വിചിന്തനങ്ങൾ നടത്തുന്നുണ്ട്. ചെറിയ പാരമ്പര്യം, വലിയ പാരമ്പര്യം, അല്ലെങ്കിൽ സൂക്ഷ്മ പാരമ്പര്യം, സ്ഥൂല പാരമ്പര്യം, അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഇവയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആ തരത്തിലുള്ള വിഭജനത്തിൽ പോലും ലളിതവൽക്കരണങ്ങളുണ്ട് എന്നാണ് ഇവയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അവയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ഭക്തികാലം പല അർത്ഥത്തിലും ഒരു സർഗാത്മക കലാപത്തിൻ്റെ കാലമായിരുന്നു. ഒരു പുതിയ ലാവണ്യബോധം, ഒരു പുതിയ നീതിബോധം, ഇതിന് രണ്ടിനെയും ഒരേപോലെ ഉയർത്തിപ്പിടിച്ച കവികളുടെയും പാട്ടുകാരുടെയും ഒക്കെയായ ഒരു വലിയ കാലമായിരുന്നു അത്. അതിൽ നിന്ന് തന്നെയാണ് ബുള്ളേ ഷായും ഷാ അബ്ദുൽ ലത്തീഫും ഒക്കെ ഉൾപ്പെടെയുള്ള അനേകം സൂഫി കവികളും ഉണ്ടായി വരുന്നത്. ഇന്ത്യൻ ചിന്തയെയും അല്ലെങ്കിൽ ഖുറാനിക ചിന്തകളെയും ഒക്കെ സമന്വയിക്കാനുള്ള ഒരു ശ്രമം അവിടെയുമുണ്ട്. പുരോഹിതർക്കെതിരായ കലാപമുണ്ട്. മുള്ളമാരോട് നിങ്ങൾ വരണ്ടെന്ന് പറയുന്നുണ്ട്. കബീർ, പകുതി സൂഫിയും പകുതി ഭക്തി കവിയും ഒക്കെ ആയിരുന്ന കബീർ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ പറയുന്നു എല്ലായിടത്തും ദൈവം ഉണ്ടെന്ന്, എന്നിട്ട് അങ്ങോട്ട് നോക്കി നിസ്കരിക്കണം, ഇങ്ങോട്ട് നോക്കി നിസ്കരിക്കണം എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അല്ലെങ്കിൽ കാശിയിൽ പോകണമെന്നോ മെക്കയിൽ പോകണമെന്നോ നിങ്ങൾ തന്നെ പറയുന്നു. ദൈവം എല്ലാവരുടെയും ഉണ്ടെങ്കിൽ എന്തിനാണ് ഇതെല്ലാം ആവശ്യം? ആ ചോദ്യം ഉന്നയിക്കാൻ കബീറിന് കഴിഞ്ഞത്, ഈ കബീർ ഒരു നെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല മറ്റിടങ്ങളിൽ പോകാൻ. അവിടെ നിന്ന് അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി തോന്നി, എന്തിനാണ് അങ്ങോട്ടേ പോകുന്നത്? ദൈവം ഉണ്ടെങ്കിൽ, എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് എന്ന ചോദ്യം സ്വയം ചോദിക്കുകയും അതൊരു വലിയ ഒരു പ്രക്ഷുബ്ധമായ പ്രസ്താവമായി മാറുകയും ചെയ്യുകയാണ് കബീറിൻ്റെ കാര്യത്തിൽ ചെയ്തത്. അപ്പോൾ ഇതും നമ്മുടെ ഞാൻ പറയുന്ന ഒരു ശ്രമണ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതോടൊപ്പം തന്നെ നാം പറയേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് മതങ്ങൾ മറ്റ് മതങ്ങൾ എന്ന് പറയുന്നതിന് ഓരോ വാക്ക് പറയുമ്പോൾ ഞാൻ സംശയത്തോടെയാണ് കിടക്കുന്നത്. മറ്റു മതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ അറിയാതെ തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന ഹിന്ദുമതമാണ് എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു ഹിന്ദുമതം ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏകശിലാരൂപമായ ഒരു ഹിന്ദുമതം എന്ന് തന്നെ വിളിക്കപ്പെടുന്ന ഒരു ഹിന്ദുമതം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ശാക്തേയരും ശൈവരും വൈഷ്ണവരും താന്ത്രികരും ഒക്കെയായി പിരിഞ്ഞിരുന്ന ജനത, അതിൽ തന്നെ വർണ്ണങ്ങൾ, അതിൽ തന്നെ ജാതികളിൽ തന്നെ ഉപജാതികൾ, പിന്നെ അതൊന്നും കൂടാതെ അതിൽ താഴെ എന്ന് കരുതപ്പെടുന്ന ആദിവാസികൾക്കിടയിൽ തന്നെ ഉപരി തലത്തിലുള്ള ആദിവാസികളും കീഴേ എന്ന് കരുതപ്പെടുന്ന ആദിവാസികളും, ഇങ്ങനെയുള്ള അതീവ സങ്കീർണമായ ഒരു
ഒരു സമൂഹ ഘടനയാണ് ഇന്ത്യയിൽ ആ കാലത്ത് നിലനിന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ഹിന്ദു എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഇന്ത്യയിൽ മുമ്പേ നിലനിന്നിരുന്ന മതങ്ങൾ, ഒരുപക്ഷെ ബഹുവചനം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം കടന്നു വന്ന മതങ്ങളും തമ്മിലുള്ള ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു പാരമ്പര്യവുമുണ്ട്. ഇതൊന്നും സാധാരണ മട്ടിൽ പറയേണ്ട കാര്യങ്ങളേ അല്ല, നമുക്കറിയാവുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങളൊക്കെ ഓർക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ബഹുലത ഒരർത്ഥത്തിലും ഐക്യത്തിന് വിരുദ്ധമായ ഒരാശയമല്ല എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് തള്ളി വരുന്നുണ്ട്, ചിലപ്പോൾ ശ്വാസം മുട്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ മത സഹവർത്തിത്വത്തിൻ്റെ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കാശ്മീർ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാശ്മീരിയത്ത് എന്ന സങ്കല്പം ഈ ഹിന്ദുവോ മുസ്ലിമോ അല്ലാത്ത ഒരു സങ്കല്പമാണ്. അല്ലെങ്കിൽ ഒരേ സമയം രണ്ടുമായിരിക്കുന്ന ഇതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലാൽദത്തിനെ അവർ ലല്ലേശ്വരിയായിട്ടും ലല്ല ആരിഫയായിട്ടും കാശ്മീരിലെ ആളുകൾ ആരാധിക്കുന്നു എന്ന്. അതായത് സൂഫി സന്യാസിമാരെ ഋഷികൾ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നന്ദ് ഋഷി എന്ന് പറയുന്നൊരു മുസ്ലിമാണ്. അപ്പോൾ ഋഷി എന്ന വാക്ക് അതിനു മുമ്പ് മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്നൊരു വാക്ക് തങ്ങളുടെ സൂഫി സന്യാസി വര്യന്മാർക്ക് ഉപയോഗിക്കാൻ ആരംഭിക്കുന്നതും കാശ്മീരികൾ തന്നെയാണ്. അതുപോലെ തന്നെ ദർഗകൾ ഇന്നും നിലനിൽക്കുന്ന സ്മാരകങ്ങളാണ്. ഞാൻ പതിവായിട്ട് പോകാറുണ്ട് തന്നെ ഈ നിസാമുദ്ദീൻ ദർഗയിൽ. ഞാൻ പ്രധാനമായിട്ട് ഖവാരികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോകാറ്. പക്ഷേ ഈ ദർഗകൾ ഇന്നും, അതുപോലെ ഷാ ഷരീഫ് ദർഗ ഔറംഗാബാദ്, ഇങ്ങനെയുള്ള അനേകം പ്രധാനപ്പെട്ട ദർഗകൾ ഒരേ സമയം ഇന്നും പോലും ഹിന്ദുക്കളുടെയും അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്നറിയപ്പെടുന്ന ആ വലിയ ജനവിഭാഗത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ്. എന്തിന് ഗോർഗാമോഹി എന്ന രാജസ്ഥാനിൻ്റെ യാത്രക്കിടയിൽ ഒരാളെന്നെ ഗോർഗാമോഹി എന്നൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അതിലൊരു പ്രത്യേകതയുണ്ടെന്ന് അത് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞില്ല. ചെന്നിട്ട് അദ്ദേഹം കാണിച്ചു തന്ന ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ ഒരു കരിങ്കല്ലിൽ അറബ് വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹ്ക്ക് സ്തുതി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ഇതാണ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്ന് എങ്കിലും എന്ന് പറയാം. അതുപോലെ ഇമാം ഷാ ബാബ മസ്ജിദ് എന്ന് പറയുന്ന മസ്ജിദ് സംരക്ഷിക്കുന്നത് അത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. അവിടെ അത് സംരക്ഷിക്കുന്നത് ഈ പട്ടേൽമാരാണ്, ഹിന്ദുക്കളായി അറിയപ്പെടുന്ന പട്ടേൽമാരാണ് ആ ദർഗയെ അല്ലെങ്കിൽ ആ പള്ളിയെ ഇന്നും സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് നമുക്കറിയാം, ഗാന്ധിയുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ എങ്ങനെയാണ് എല്ലാ മതങ്ങളിലും പെട്ടവർ പങ്കെടുത്തിരുന്നത്, എല്ലാ മതങ്ങളിലെയും പ്രാർത്ഥനകൾ ആലപിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് നന്നായി അറിയാം. അതുപോലെ അമർനാഥിലെ ക്ഷേത്രം കണ്ടെത്തിയതൊരു ആദം മാലിക് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ്. അദ്ദേഹമാണ് ചെന്ന് പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ ഗുഹയിലൊരു ശിവലിംഗം പോലെ എന്തോ കണ്ടു. അങ്ങനെയാണ് ഈ അമർനാഥ് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രവും അമർനാഥ് തീർത്ഥാടനം വളരെ പ്രധാനവും ഒക്കെ മാറുന്നത്. കുച്ചിപ്പുടി ഗ്രാമം സ്ഥാപിച്ചത് കുത്തുബുദ്ദീൻ ഷാ എന്നൊരു മുസ്ലിം രാജാവായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാരമ്പര്യമുണ്ട്. അക്ബറിനെ കുറിച്ച് പറയുകയേ വേണ്ട. കാരണം അക്ബറിൻ്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, സൈന്യാധിപരായാലും ശരി, വലിയ വ്യാപാരികളായാലും ശരി, കൊട്ടാരത്തിലുണ്ടായിരുന്ന കവികളോ ചിത്രകാരന്മാരോ ആയാലും ശരി, അത് അധികവും മുസ്ലിങ്ങളായിരുന്നില്ല, അമുസ്ലിങ്ങൾ എന്ന് പറയാമെങ്കിൽ അമുസ്ലിങ്ങളായിരുന്ന ആളുകൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഒരു പക്ഷേ ഏറ്റവും അധികം ഈ തരത്തിലുള്ള ആളുകളെ വിളിച്ചു വരുത്തി വാദത്തിൽ ഏർപ്പെടാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു പതിവ് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നതുപോലെ അക്ബറിന് ഉണ്ടായിരുന്നു. റോമിൽ അഥാപ്ര വായിച്ച കുട്ടികളോട് ഞാൻ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് മുഗൾ കാലത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ കാലത്ത് തന്നെയാണ് ഒരുപാട് ഇന്ത്യൻ കൃതികൾ, സംസ്കൃത കൃതികൾ ഉൾപ്പെടെ പേർഷ്യനിലേക്കും അറബി ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തുന്നത്. അതും വളരെയധികം അതിൽ നടന്നത് അക്ബറിൻ്റെ തന്നെ നേതൃത്വത്തിൽ ആണ്. ഈ അക്ബർ സ്വയം തന്നെ ഒരു സാക്ഷരൻ പോലും ആയിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു. പക്ഷെ അദ്ദേഹം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരാളായിരുന്നു. അക്കാലത്താണ് രാമായണം പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുന്നത്, മഹാഭാരതത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തുന്നു. പിന്നീട് അക്കാലത്തുണ്ടായിരുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ, അഷ്ടാംഗഹൃദയം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിഷചികിത്സയെ പറ്റിയും മറ്റുമുള്ള ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം പേർഷ്യനിലേക്കും അറബിയിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തുന്നതും അക്ബറിൻ്റെയും മറ്റും കാലത്താണ്.
അപ്പോൾ നമുക്ക് എല്ലാ കാലത്തും അതുപോലെ രാജ്യസ്നേഹവും ഏതെങ്കിലും മതത്തിൻ്റെ കുത്തകയായിരുന്നിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. വാസ്തവത്തിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് ഭീലികളുടെയും സന്താൾമാരുടെയും ഒക്കെയായ ആദിവാസികളുടെ സമരത്തിൽ നിന്നാണ്. മഹാശ്വരദേവിയെ വായിച്ചു നോക്കിയെങ്കിലും അത് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന എന്ത് പങ്കാണ് സന്താളികൾ വഹിച്ചിട്ടുള്ളത് എന്ന്. അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദിവാസികൾ നാം പലപ്പോഴും ഓർക്കാറില്ല. പഴശ്ശിരാജയെ പറ്റി നാം പറയും, പക്ഷെ പഴശ്ശിരാജയല്ല യുദ്ധം ചെയ്തത്. ഈ തരത്തിൽ ഓരോ സ്ഥലത്തുമുള്ള ആദിവാസികളിൽ നിന്നാണ് ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ പൊരികൾ ഇന്ത്യയിലെമ്പാടും ഉയർന്നു വന്നത്. പിന്നീടുള്ള സ്വാതന്ത്ര്യ സമരത്തിലാകട്ടെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഒരേ പ്രാധാന്യത്തോടെ ഒരേപോലെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞാലി മരിക്കാർമാരാകട്ടെ, അല്ലെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആകട്ടെ, അല്ലെങ്കിൽ അബ്ദുൽ ഗാഫർ ഖാൻ ആകട്ടെ, അല്ലെങ്കിൽ മൊയ്ദ് മൗലവി ആകട്ടെ, എത്രയോ ആളുകൾ, മുസ്ലിങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന എത്രയോ ആളുകൾ കൂടി സംഭാവന ചെയ്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എന്ന് നമുക്ക് തീർച്ചയായും അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ ബഹുസ്വരതയെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മതം സൃഷ്ടിച്ച സംസ്കാരത്തെ മാത്രമാണോ? എങ്ങനെയാണ് ഇന്ത്യയുടെ സംസ്കാരം ഇത്രയേറെ വിവിധ ബഹുലമായത്? അപ്പോൾ തീർച്ചയായിട്ടും അത് ഹിന്ദു എന്ന് കൊട്ടേഷൻ മാത്രമേ ഞാൻ വാക്ക് ഉപയോഗിക്കുകയുള്ളൂ. പറയുന്ന ആളുകളുടേതായ ഒരു വാസ്തുശില്പ പാരമ്പര്യം നമുക്ക് ഉണ്ട്. ഇപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം പോലുള്ള അതിഗംഭീരങ്ങളായ ഗോപുരങ്ങളും ശില്പങ്ങളും ഉണ്ട്. നൃത്തത്തിലും സാഹിത്യത്തിലും തത്വചിന്തയിലും ഒക്കെ തന്നെ ഈ വിഭാഗങ്ങൾ, അതായത് ഈ ഹിന്ദു അല്ലാത്ത മതങ്ങളിൽപ്പെട്ട ആളുകളുടെ സംഭാവനകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ബുദ്ധ വിഹാരങ്ങളും ബുദ്ധ സ്തൂപങ്ങളും ജാതക കഥകൾ രേഖപ്പെടുത്തിയ അജന്ത ഗുഹയും എല്ലോറയും ഒക്കെ ഇല്ലാതെ ഇന്ത്യയിലെ ശില്പകലയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. ജാതക കഥകൾ പോലുള്ള കൃതികളില്ലാതെ നമുക്ക് ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ചോ ഇന്ത്യയുടെ ആഖ്യാന പാരമ്പര്യത്തെക്കുറിച്ചോ സംസാരിക്കാൻ കഴിയുകയില്ല. ജൈന മിഥോളജിയും ജൈന ക്ഷേത്രങ്ങളും ജൈന സംസ്കാരവും അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ വസുദേവ ഹിന്ദി പോലുള്ള അതിൻ്റെ ക്ലാസിക്കുകളും ഒക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ഇന്ത്യൻ സംസ്കാരത്തെയോ സാഹിത്യത്തെയോ കുറിച്ച് സംസാരിക്കാൻ കഴിയുകയില്ല. തീർച്ചയായും പേർഷ്യൻ ഇന്ത്യൻ വാസ്തുശില്പത്തിന്റെ മഹത്തായ മാതൃകകളിൽ അധികവും ഉള്ളത് ഇന്ത്യയിലാണ് എന്ന് നമുക്കറിയാം. താജ്മഹൽ ആയാലും ശരി, അല്ലെങ്കിൽ ഹുമയൂണിന്റെ ശ്മശാനമായാലും ശരി, അക്ബറുടെ കോട്ടയായാലും ശരി, അനേകം സ്മാരകങ്ങൾ പേർഷ്യൻ ഇന്ത്യൻ വാസ്തുശില്പ കലകളുടെ അത്ഭുതകരങ്ങളായ സമ്മേളനങ്ങളാണ്. അതുപോലെ ഉറുദു പോലുള്ള ഒരു ഭാഷ, കാശ്മീരി പോലുള്ള ഒരു ഭാഷ, ഹിന്ദുസ്ഥാനി സംഗീതം, ഇതിലൊക്കെ പേർഷ്യൻ സ്വാധീനം വളരെ ആഴത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ഗസലോ ഖവാലിയോ പോലുള്ള ഒരുപാട് കവിതയുടെയും സംഗീതത്തിൻ്റെയും രൂപങ്ങൾ, കപ്പൽ നിർമ്മാണം, ഗണിതശാസ്ത്രം, ഇങ്ങനെ ജ്യോതിശാസ്ത്രം, ഇങ്ങനെ അനേകം മേഖലകളിൽ ഉള്ള മുസ്ലിം സംഭാവനകൾ എങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട് എന്ന് ഒരു ചെറിയ അന്വേഷണത്തിലൂടെ പോലും നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പള്ളികൾ. നമ്മുടെ തന്നെ ഗഗനരേഖ, ഞാൻ സ്കൈലൈൻ എന്നുള്ള വാക്ക് തർജ്ജമ ചെയ്യാൻ നോക്കിയതാണ്. നമ്മുടെ ഈ ആകാശ രേഖ നോക്കിയാൽ തന്നെ നമുക്കറിയാം. അമ്പലങ്ങളുടെ താഴെക്കുടങ്ങൾ ഉണ്ടാവും, അതിൽ മുസ്ലിം പള്ളികളുടെ ഡോമുകൾ അല്ലെങ്കിൽ കമാനങ്ങൾ ഉണ്ടാവും, ക്രിസ്ത്യൻ പള്ളികളുടെ ഗോഥിക് രീതിയിലുള്ള ഗോപുരങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ സ്കൈലൈൻ പോലും. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാസ്തു ശില്പത്തിന് ഇവരെല്ലാവരും നൽകിയ സംഭാവനകൾ എളുപ്പം തന്നെ ബോധ്യമാകും. അതുപോലെ ക്വയർ സംഗീതം, പാശ്ചാത്യ സംഗീതത്തിന്റെ ആദ്യത്തെ സ്വാധീനം ഇവിടേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്തു മതമാണ്, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ആദ്യ കാലത്തെ അഗ്രഗാമികളാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാവുന്നത് ഇന്ത്യൻ ഭാഷകൾക്ക് ക്രിസ്തുമതം നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകൾ. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ തന്നെ ഗദ്യം രൂപപ്പെടുന്നത് ബൈബിളിന്റെ പരിഭാഷയായിരുന്നു. നമ്മുടെ ഗദ്യത്തിന്റെ ആദ്യകാലത്തെ ഏറ്റവും നല്ല മാതൃക, നമ്മുടെ ആദ്യത്തെ നിഘണ്ടു, ആദ്യത്തെ യാത്രാവിവരണം, ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം, ഇതെല്ലാം ഹർമൻ കുണ്ടറ്റ് മുതൽ അർണോസ് വാലി വരെയുള്ള ആളുകളിലൂടെയാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഇത് മലയാളത്തിന്റെ മാത്രം കഥയല്ല. നിങ്ങളുടെ ഒരു ഒറിയക്കാരനോട് സംസാരിക്കൂ, ഒരു ബംഗാളിയോട് സംസാരിക്കൂ, അവരെല്ലാവരും പറയും അവരുടെ
പലരുടെയും ഈ ആദ്യ നിഘണ്ടുക്കളോ ആദ്യ വ്യാകരണങ്ങളോ ഒക്കെ തന്നെ അവർക്ക് നൽകിയിരുന്നത് പലപ്പോഴും പുറത്തുനിന്ന് വന്ന് ഭാഷ പഠിച്ച് അതിൽ വിദഗ്ധരായി മാറിയ മിഷണറിമാർ ആയിരുന്നു എന്ന്. അപ്പോൾ പല വിദ്യാഭ്യാസ രംഗത്തുള്ള സേവനങ്ങൾ പിന്നീട് ട്യൂഷനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവാം. പക്ഷെ ആദ്യകാലത്ത് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ വലിയ സംഭാവനകൾ എന്തുകൊണ്ട് സരസ്വതി വിജയം പോലുള്ള ഒരു കൃതിയെ വേണമെങ്കിൽ ഒരു കൺവെർഷൻ നോവലായിട്ട് വായിക്കാം, പക്ഷെ അങ്ങനെ അല്ലാതെയും വായിക്കാം. ദിലീപ് ചെയ്തിട്ടുള്ളത് പോലെ അത് കാരണം ക്രിസ്തു മതത്തിലൂടെ തങ്ങൾക്ക് തങ്ങളുടെ ഈ ജാതി പീഡനത്തിൽ നിന്ന് മോചനം കിട്ടും എന്ന ബോധവും അതിലൂടെ വിദ്യാഭ്യാസം നേടാം എന്ന തിരിച്ചറിവും ചേർന്നാണ് ആ കാലത്ത് ഒരുപാട് കൺവേർഷനുകൾ അല്ലെങ്കിൽ മതപരിവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. പാതിരിമാരുടെ പ്രസംഗങ്ങളിലൂടെ മാത്രമല്ല, സ്വന്തം ആവശ്യത്തിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ കൂടിയാണ് പലപ്പോഴും ആ കാലത്തുള്ള മതപരിവർത്തനങ്ങൾ പലതും നടന്നു പോന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മതമൈത്രിയുടെയും അതുപോലെ മതങ്ങളുടെ അനേകം തരത്തിൽ എല്ലാ രംഗങ്ങളിലുള്ള സംഭാവനകളുടെയും ഒക്കെ ഉൽപ്പന്നം കൂടിയാണ് ഇന്നത്തെ ഇന്ത്യ എന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി ഒരു കാര്യം ചുരുക്കി പറഞ്ഞു, കാരണം ഇതിന്റെ മറുവശം ഒന്ന് ചുരുക്കി പറഞ്ഞ് ഞാൻ നിർത്താം. അത് ഇന്ന് ഇന്ത്യ ആരുടെയാണ് അല്ലെങ്കിൽ ആരുടെ ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന കാര്യം കൂടി കണ്ടാലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം, വർത്തമാനകാല പ്രാധാന്യം മനസ്സിലാകുകയുള്ളൂ. അപ്പൊ ഇന്ത്യ ഏതെങ്കിലും മതത്തിന്റെ ആണോ അല്ല എന്ന് നാം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാജ്യമാണ് എന്നാണ്. ഹിന്ദു എന്ന ഞാൻ കൊട്ടേഷനിലാണ് അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഹിന്ദു എന്ന ഒരു മതം ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ആരാണ് ഹിന്ദുക്കൾ എന്നറിയപ്പെട്ടിരുന്നത്? സിന്ധു നദീതീരത്ത് ജീവിച്ചിരുന്ന ആളുകളെ വിശേഷിപ്പിക്കാൻ പുറത്തുനിന്ന് വന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് മാത്രമായിരുന്നു അത്. അൽഹിന്ദ് എന്ന അറബികൾ വിളിച്ചു. പിന്നീട് വന്ന ആളുകളൊക്കെ ഇവിടെ അന്ന് ജീവിച്ചിരുന്ന ആളുകളെ മൊത്തം അവർക്ക് മനസ്സിലാകുകയില്ല. ഇവിടുത്തെ ഘടന, ഈ ജാതി മതം ഉപജാതി ഈ അതുകൂടാതെ ആദിവാസികൾ ഇതെല്ലാം ചേർന്ന ഒരു സമുദായത്തെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമായതുകൊണ്ട് വളരെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു വാക്ക് ഹിന്ദു എന്നൊരു വാക്കുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ വിശേഷിപ്പിക്കാനായി വിശേഷിച്ചും ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങൾ പിന്നീട് വന്നു ചേർന്ന മതങ്ങൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അവരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവനെ ആരാധിക്കുന്നവർ, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ, ദുർഗയെ ആരാധിക്കുന്നവർ, താന്ത്രിക മതത്തിൽ വിശ്വസിക്കുന്നവർ, ഇങ്ങനെയുള്ള അനേകം ആളുകൾ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല ഇവർ തമ്മിലുള്ള വഴക്കുകളും വളരെ സാധാരണമായിരുന്നു. പ്രത്യേകിച്ച് ശൈവ വൈഷ്ണവ കലഹങ്ങളുടെ ഒരു ദീർഘ പാരമ്പര്യം, നേരത്തെ പറഞ്ഞ ലയത്തിന്റെ പാരമ്പര്യം പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ഇരുണ്ട പാരമ്പര്യവും നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ അനേകം വർണ്ണങ്ങൾ, അനേകം ജാതികൾ, ആദിവാസികൾ ഇതെല്ലാം ചേർന്ന ഈ ബഹുല സമൂഹത്തെ ഒരൊറ്റ വാക്ക് ഹിന്ദു എന്നൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുക വളരെ പ്രയാസമാണ്. ഇവരിൽ പലരും പിന്നീട് ഹിന്ദു ആക്കപ്പെട്ടവരാണ് എന്നുകൂടി അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. വിശേഷിച്ചും ആദിവാസികൾ, ദളിതർ ഒരു കാലത്തും ഒരു പ്രധാന ഹിന്ദു വിഭാഗമായി അംഗീകരിക്കപ്പെട്ടിരുന്നതേയില്ല. ആദിവാസികളാകട്ടെ, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ നേരിട്ട് അനുഭവിക്കാനിടയായിട്ടുള്ളതുകൊണ്ട് ആദിവാസികൾ ഒരു പാമ്പിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചെന്ന് പറയും ഇത് അനന്തനാണ്, ഈ കൃഷ്ണൻ ശയ്യയാണിത്, അല്ലെങ്കിൽ ശിവന്റെ ആഭരണമാണിത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെ രൂപത്തിലുള്ള എന്തെങ്കിലും നരസിംഹാവതാരമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അവരുടെ എല്ലാ അമ്മ ദൈവങ്ങളെയും, മദർ ഗോഡസസിനെ മുഴുവൻ തന്നെ ദുർഗയുടെ, ദേവിയുടെ അല്ലെങ്കിൽ കാളിയുടെയോ ഒക്കെ പല പല അവതാരങ്ങളാണ് എന്ന് പറഞ്ഞ് ധരിപ്പിക്കുക. അങ്ങനെയാണ് ആദിവാസികൾ, അവരൊരിക്കലും ഹിന്ദുക്കളായിരുന്നില്ല, ആദിവാസികളെ ഹിന്ദുക്കളാക്കി മാറ്റാനുള്ള ശ്രമം പരക്കെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയിൽ മുഴുവൻ നടന്നു പോന്നിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു എന്ന ഈ വാക്ക് ഒരു മതം എന്ന രീതിയിൽ ഒരുപക്ഷെ പ്രയോഗിക്കപ്പെടാൻ ആരംഭിക്കുന്നത് പ്രധാനമായും ആര്യ സമാജത്തിന്റെയും ബ്രഹ്മസമാജത്തിന്റെയും വിശേഷിച്ച് ബ്രഹ്മസമാജത്തിന്റെ വരവോടെയാണ് എന്ന് പറയാം. അതിനുശേഷമാണ് 1914 ഹിന്ദു മഹാസഭ നിലവിൽ വരുന്നു. ലാലാ ലജ്പത് റായിയും മദൻ മോഹൻ മാളവയും മറ്റും രൂപം കൊടുത്ത ഹിന്ദു മഹാസഭ, അവിടെ ഹിന്ദു എന്ന വാക്ക് ഒന്നുകൂടി ദൃഢീകരിക്കപ്പെടുന്നു, കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. അതിന്റെ നേതൃത്വം ക്രമേണ കൂടുതൽ തീവ്രവാദികളായ ആളുകളിലേക്ക് ചെന്നുപെടുന്നത് നാം കാണുന്നു. സവർക്കർ വരുന്നു,
ഗോൾവാൾക്കറുടെ പോലുള്ള ആളുകൾ അവരുടെ ബെഞ്ച് ഓഫ് തോട്ട്സ്, ചിന്താശൂന്യതയുടെ ഒരു പൂമ്പുല ആണത് വാസ്തവത്തിൽ. അങ്ങനെയുള്ള പുസ്തകങ്ങളുമായിട്ട് കടന്നു വരുന്നു. ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പം ക്രമേണ ഹിന്ദു മഹാസഭ ഉയർത്താൻ ആരംഭിക്കുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സവർക്കറുടെ നേതൃത്വവും ഗോൾവാൾക്കറുടെ ചിന്തകളും എല്ലാം ചേർന്നാണ് അതിന് ഒരു എക്സ്ട്രീമിസ്റ്റ് എഡ്ജ് അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തിൻ്റെതായ ഒരു മൂർച്ച അതിന് നൽകാൻ ആരംഭിക്കുന്നത്. അത് ആ കാലത്തെല്ലാം പിന്നീടും അവർ പറഞ്ഞിരുന്ന 2-3 കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ഹിന്ദു അധീശത്വം ഇന്ത്യയിൽ ആവശ്യമാണ് എന്നതിന്. അതിൻ്റെ മുഴുവൻ അപഗ്രഥനത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ 2-3 പ്രധാന ന്യായീകരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായി പറഞ്ഞിരുന്നത് ഈ മുസ്ലിം രാജാക്കളെല്ലാം ക്ഷേത്ര നശീകരണം നടത്തിയിരുന്നു എന്നതാണ്. ഇത് ചരിത്രം, വസ്തുനിഷ്ഠമായ ചരിത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചില മുസ്ലിം രാജാക്കന്മാർ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിന്ദു രാജാക്കന്മാരും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് രാജതരംഗിണി പോലുള്ള കൃതികൾ പറയുന്നു. കാരണം ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത് ഒരു യുദ്ധമോ ക്ഷാമമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ ഒരു രാഷ്ട്രം നേരിടുമ്പോൾ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നതോ അമ്പലങ്ങളിലെ സ്വത്തെടുക്കുന്നതോ തെറ്റല്ല എന്നാണ്. കാരണം അന്ന് ക്ഷേത്രങ്ങളായിരുന്നു സ്വത്തിന്റെ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അതുകൊണ്ട് ഈ ക്ഷേത്ര സ്വത്ത് അത് ഈ ഹിന്ദു രാജാക്കന്മാരും അതുപോലെ തന്നെ മുസ്ലിം രാജാക്കന്മാരും ഒരേ ആ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഔറംഗസീബ് ഉൾപ്പെടെയുള്ള ഏറ്റവും പലപ്പോഴും വെറുക്കപ്പെട്ടവനായി കരുതപ്പെടുന്ന ഔറംഗസീബ് ഉൾപ്പെടെയുള്ള ആളുകൾ ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അക്ബർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അനേകം കാര്യങ്ങൾ മറച്ചുവെച്ചു, അതിന്റെ സങ്കീർണതകളെ മറച്ചു വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ക്ഷേത്ര നശീകരണത്തെക്കുറിച്ചുള്ള സംഭാഷണം മുന്നേറാറുള്ളത്. രണ്ടാമത്തേത് മതപരിവർത്തനമാണ്, കൺവേർഷൻ. അപ്പോൾ ഈ കൺവേർഷനെ കുറിച്ചുള്ള അനേകം പഠനങ്ങൾ വന്നിട്ടുണ്ട്. എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ ഉൾപ്പെടെയുള്ള അനേകം ആനുകാലികങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ ആയിട്ട് അതെല്ലാം കാണിക്കുന്നത് ആരാണ് ഇങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായ ആളുകൾ. തങ്ങളുടെ മതം എന്ന് പറഞ്ഞ ഹിന്ദു മതത്തിനകത്ത് എരിപൊരി കൊണ്ടിരുന്ന ആളുകൾ, തങ്ങൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ, മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾ, അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന, എത്ര വാര അകലെ നിൽക്കണമെന്ന്, ഏത് കുളത്തിലെല്ലാം കുളിച്ചുകൂടാ എന്ന്, ഏത് വെള്ളം തൊട്ട് കൂടാ എന്ന്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാതെ ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദുമതത്തിലെ സവർണർ മാറ്റി നിർത്തിയിരുന്ന ഈ ആളുകളാണ് വലിയ പ്രത്യേകിച്ച് ഒന്നിച്ചുള്ള കൺവേർഷനുകളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ഇതാണ്. രണ്ടാമത് പ്രധാനപ്പെട്ട കൺവേർഷൻ നടന്നത് നമുക്കറിയാവുന്നതുപോലെ ബുദ്ധമതത്തിലേക്ക് ഉള്ള അംബേദ്കർ നടത്തിയ കൺവേർഷനാണ്. അത് അവിടെയും ദളിതരാണ് ദളിതരെയാണ് ഈ തങ്ങളുടെ പീഡനത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ബുദ്ധമതത്തിലേക്ക് മാറൂ എന്ന് അംബേദ്കർ ആഹ്വാനം ചെയ്യുന്നത്. അന്ത്യകാലത്ത് ഈ ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അംബേദ്കർ എന്നും അംബേദ്കറുടെ അന്ത്യകാല കൃതികൾ ഞാൻ സമീപകാലത്ത് വായിക്കുന്ന 4 കൃതികളുണ്ട്. ഈ ബുദ്ധമതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ. അതിൽ അദ്ദേഹം ഒരു മതം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ കണ്ടൊരു കാര്യം, ഒരു മതം ആവശ്യമാണ് എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. മതം വേണ്ടെന്നല്ല പറയുന്നത്, ഒരു മതം ആവശ്യമാണ്. അങ്ങനെ അത് ആളുകൾക്ക് ആശ്വാസത്തിനും ഒരു ജീവിതത്തിന് അർത്ഥമുണ്ടാകാനും ആത്മാന്വേഷണത്തിനും ഒക്കെ ഒരു മതം ആവശ്യമാണ്. അങ്ങനെ ആവശ്യമാണെങ്കിൽ ആ മതം ആകാൻ കഴിയുന്ന മതം ഒരു പക്ഷേ ബുദ്ധമതം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല, അനേകം താരതമ്യങ്ങളിലൂടെ പ്രത്യേകിച്ച് ഹിന്ദു എന്ന് അറിയപ്പെടുന്ന മതവുമായുള്ള താരതമ്യങ്ങളിലൂടെ അത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അത് ഏതാണ്ട് ക്രൂരമായി അറിഞ്ഞുപോയ ചില അധ്യായങ്ങളാണ്. രാമക്ഷേത്രത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ നമുക്കറിയാം. ഈ അയോധ്യയിലാണ് രാമൻ പറഞ്ഞത്. ആരോ സാക്ഷികളുള്ള പോലെയാണെന്ന് പറയാറെങ്കിലും പലപ്പോഴും പല ജൈന രാമായണത്തിലൊക്കെ കാശിയിലാണ് രാമന്റെ ക്ഷേത്രം. ഹ്യുൻസാങ് വന്നപ്പോൾ കണ്ടത് അയോധ്യയിൽ കണ്ടത് ജൈന ക്ഷേത്രവും ജൈന എന്നും ആവർത്തിച്ച് ഞാൻ പറയാറുണ്ട്. അത് ഇപ്പോൾ ഉണ്ടാക്കപ്പെട്ട ഹിന്ദുമതത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായും തന്നെ ശരിയാണ്.
അപ്പോൾ ഹിന്ദു എന്നൊരു മതം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് ഇന്ത്യയുടേത് എന്നതിന് അർത്ഥമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടി ഓർക്കുക. മറ്റു മതങ്ങൾ ഇന്ത്യയുടെ നിർമ്മിതിക്ക്, ഇന്ത്യയുടെ സംസ്കാര നിർമ്മിതിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ കൂടി ഓർക്കുക. രണ്ടാമത്തെ അവകാശവാദം ഞാൻ വളരെ ചുരുക്കിയാണ്, വളരെ ദീർഘമായി പറയേണ്ടതാണ് ഓരോ വിഷയങ്ങളും. രണ്ടാമത്തെ അവകാശവാദം എന്താണ്? ആര്യന്മാരുടേതാണ് ഇന്ത്യ, ഒരു വംശ മഹിമാവാദം. ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് നാസി ജർമ്മനിയിൽ. അപ്പോൾ ഹിന്ദു എന്നൊരു മതം ഇല്ലാത്തതുപോലെ തന്നെ ആര്യൻ എന്നൊരു വംശവും ഇല്ല എന്നതിൻ്റെ തെളിവുകൾ പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞ ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് ഭാഗ്യവശാൽ ഞാൻ സംസാരിക്കുന്നത്. കാരണം ചരിത്രത്തിൽ ഒരിടത്തും ആര്യൻ എന്ന വാക്ക് ഒരു വംശത്തിൻ്റെ പേരായി രേഖപ്പെടുത്തിയിട്ടില്ല. സമീപകാലത്ത് നടന്ന ഒരുപാട് പഠനങ്ങൾ, നമുക്കറിയാവുന്നതുപോലെ ചരിത്രം എന്നത് പഴയ പോലെ ഒരു സിംഗിൾ ഡിസിപ്ലിൻ അല്ല ഇപ്പോൾ. അത് ഇന്റർ ഡിസിപ്ലിനറിയായി അന്തർവിജ്ഞാനീയമായി മാറിയിട്ടുണ്ട്. ഭാഷാശാസ്ത്രം, ജനിതകശാസ്ത്രം, നരവംശാസ്ത്രം, ഇതെല്ലാം ഈ ചരിത്രത്തിന് സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ ആർക്കിയോളജി പോലെ പുരാവസ്തു ശാസ്ത്രം പോലെ ശാസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇവയെല്ലാം ചേർന്നാണ് ഇന്ന് ചരിത്രത്തെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് പഴയ ചരിത്രത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ പൂർണ്ണമായും മാറിക്കഴിഞ്ഞ ഒരു കാലത്താണ് നാം. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും റോമില താപ്പറിൻ്റെ ആര്യൻസ് എന്ന പുസ്തകം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ ഒരു പുസ്തകമാണ്. അതിന് പിന്നീട് വന്ന ഏറ്റവും എളുപ്പം ഒരു പക്ഷേ ടോണി ജോസഫിൻ്റെ, അതായത് ഹിസ്റ്ററിയിൽ ആഴത്തിൽ ഉള്ള താല്പര്യമില്ലാത്തവർക്ക് ടോണി ജോസഫിൻ്റെ ഏർലി ഇന്ത്യൻസ് എന്നുള്ള പുസ്തകം വായിക്കാവുന്നതാണ്. ദ സ്റ്റോറി ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ് ആൻഡ് വേർ വി കെയിം ഫ്രം എന്ന ഉപശീർഷകത്തോടു കൂടിയുള്ള ഏർലി ഇന്ത്യൻസ്. അല്ലെങ്കിൽ മറ്റൊരു പുസ്തകം ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഞാനത് വായിക്കാനിടയത്, ഒരു വർഷം അതിന് മുമ്പ് ഇറങ്ങി കാണണം. റോമില താപ്പർ എഡിറ്റ് ചെയ്ത, റോമില താപ്പറും കൈഫ്രീസും ജയാമേനും മിഷേൽ വിത്താലും ചേർന്ന് എഴുതിയ, അവരോരോരുത്തരും അധ്യായങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് അസ് ആർ ആര്യൻസ് എന്ന പുസ്തകം. ഈ വിച്ച് ഓഫ് അസ് ആർ ആര്യൻസ് എന്ന പുസ്തകമാണ് ഒരു പക്ഷേ ഏറ്റവും സൂക്ഷ്മമായി ആര്യ വംശം എന്നൊന്നില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഗ്രന്ഥം. ഇതിനെല്ലാം പൊതുവായി ഇവരെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള, വെറുതെ എത്തിച്ചേർന്നത് ഊഹിക്കുകയല്ല, അനേകം തെളിവുകളോടുകൂടി, ജനറ്റിക്കായ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളോടുകൂടി എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം, ഇവിടെ വിദേശികളുടെ കുടിയേറ്റങ്ങൾ വെച്ചാൽ പിൽക്കാലത്ത് നമ്മൾ വിദേശികളെന്ന് വിളിച്ചായി എല്ലാ വാക്കും പ്രശ്നമാണ്. പിൽക്കാലത്ത് നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു. അതിന് മുമ്പുള്ള കുടിയേറ്റങ്ങൾ, 3 പ്രധാനപ്പെട്ട കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൂടെയാണ് ഇന്നത്തെ ഇന്ത്യൻ ജനത രൂപപ്പെട്ടത് എന്നാണ്. ഒന്ന്, 65,000 വർഷം മുമ്പ് ആഫ്രിക്കൻ, അറേബ്യൻ പ്രദേശങ്ങളിൽ നിന്ന് നടന്ന കുടിയേറ്റം. ആദ്യത്തെ ഇന്ത്യക്കാർ എന്ന് പറയാവുന്ന ആളുകൾ ആ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് എന്നത്. അതിന് ചില വംശങ്ങൾ ഇന്നും കർണാടകയിലും ഒറീസയിലും മറ്റും ഇപ്പോഴും ഉണ്ട്. ചില വംശങ്ങൾ അതേ പാരമ്പര്യങ്ങൾ, ആഫ്രിക്കൻ രീതികളും ആരാധനാ രീതികളും ദൈവങ്ങളും ഒക്കെ ആ രീതികളൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾ ഇന്നും ഇന്ത്യയിൽ കാണാൻ കഴിയും. ഇപ്പോൾ 65,000 മുമ്പ് നടന്ന ആദ്യത്തെ ഒരു വളരെ വലിയൊരു ജനചലനം. അത് രണ്ടാമതായിട്ട് ക്രിസ്തുവിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. BCE ക്രിസ്തുവിന് മുമ്പുള്ള 7,000-നും 3,000-നും ഇടയ്ക്ക് നടന്ന ഒരു കുടിയേറ്റം, പ്രധാനമായും മധ്യേഷ്യയിൽ നിന്ന് നടന്ന ഒരു കുടിയേറ്റം, ഇറാനിൽ നിന്നും മറ്റും വന്ന സാഗ്രോ കർഷകരെന്നറിയപ്പെടുന്ന ഒരു കർഷക വംശത്തിൻ്റെ കുടിയേറ്റം. ഈ സാഗ്രോ കർഷകരും അവർ ഇന്ത്യയിൽ അന്ന് കണ്ട, മുമ്പേ തന്നെ വന്നെത്തിയിരുന്ന ആളുകളും ചേർന്നാണ് ഹാരപ്പൻ സംസ്കാരത്തിന് ജന്മം കൊടുത്തത് എന്ന് ഒരുപാട് തെളിവുകളോടെ ഈ ആളുകൾ, പല വിജ്ഞാന മേഖലകളിൽ നിന്ന് വരുന്ന ഈ ആളുകൾ സ്ഥാപിക്കുന്നുണ്ട്. പിന്നീടാണ്, ഏറ്റവും അവസാനമാണ് ക്രിസ്തുവിന് മുമ്പ് 2000-നും 1000-നും ഇടയ്ക്ക് ഇന്ന് ഇവർ ആര്യർ എന്ന് പറയുന്ന ആളുകൾ വരുന്നത്. പക്ഷെ അവർ ആര്യർ എന്ന് അങ്ങനെ ഒരു വംശം, എത്നിക്കായ അർത്ഥത്തിൽ അങ്ങനെ ഒരു വംശമില്ല. ഇൻഡോ ആര്യൻ ഭാഷകൾ സംസാരിച്ചിരുന്ന ആളുകൾ, അതായത് സംസ്കൃതം, പ്രാകൃതം, അപഭ്രംശം, ഈ തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുകയോ എഴുതുകയോ ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സ്വയം തന്നെ അവരെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ആര്യന്മാർ എന്നുള്ള പൊതുവർത്ഥം നമുക്കറിയാം, ആര്യർ എന്ന് വിളിച്ചു എന്നും, അല്ലാതെ ആര്യർ എന്ന് പറയുന്ന സവിശേഷമായ ഒരു വംശമില്ലെന്നും ഈ എല്ലാ ചരിത്രകാരന്മാരും അനേകം പല മേഖലകളിൽ നിന്നുള്ള തെളിവുകളോടെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇന്നത്തെ ഇന്ത്യക്കാർ
ഈ എല്ലാ വംശങ്ങളും കലർന്ന ആളുകൾ, നമുക്ക് പ്യുവർ ആയ ഒരാൾക്ക് പോലും ഞാനൊരു ശുദ്ധ ആര്യനാണെന്നോ ശുദ്ധ ദ്രാവിഡനാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വംശത്തിൽപ്പെട്ട ആളാണെന്നോ അവകാശപ്പെടാൻ ആവാത്ത വിധത്തിലുള്ള രക്തമിശ്രണം, ജനിതക മിശ്രണം നമ്മുടെ ജനതയിൽ നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ലളിതമായി ഒരു DNA ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ്. കഴിഞ്ഞ തവണ ഈ കേരള സാഹിത്യോത്സവം ഞങ്ങൾ നടത്തുമ്പോൾ കോഴിക്കോട് അതിനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. ആർക്ക് വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്യാം. ഈ DNA ടെസ്റ്റ് ചെയ്താൽ അറിയാം ഇത് നിങ്ങൾ ആര്യനും അല്ല ദ്രാവിഡനും അല്ല, അനേകം വംശങ്ങളുടെ തലമുറകളായി പരമ്പരകളായി വന്നുവിട്ട അനേകം വംശങ്ങളുടെ രക്തം, അനേകം വംശങ്ങളുടെ ജീനുകൾ, അനേകം വംശങ്ങളുടെ DNA നിങ്ങളിൽ ഉണ്ട് എന്ന്. അപ്പോൾ ഒരു വെറും DNA പരിശോധന കൊണ്ട് തെറ്റാണെന്ന് തെളിയിക്കാവുന്ന ഒരു വാദമാണ് ഈ ആര്യ മഹിമാവാദവും. ആര്യന്മാരാണ് ഏറ്റവും മഹത്തായ വംശമെന്നും ആര്യന്മാരുടേതാണ് ഇന്ത്യ എന്ന വാദവും. അതാണ് രണ്ടാമത്തെ വാദം. മൂന്നാമത്തെ വാദം ഞാൻ അവിടെ വിശദമായി പോകുന്നില്ല, ഹിന്ദിക്ക് വേണ്ടിയുള്ളൊരു വാദമാണ്. പണ്ട് ഉണ്ടായിട്ടുണ്ട് വേറെ ചില കോണ്ടെക്സ്റ്റുകളിൽ. പക്ഷെ അവിടെയും ഈ ഹിന്ദി ഈ മൂന്ന് കാര്യങ്ങളും നുണയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഹിന്ദു, ആര്യൻ, ഹിന്ദി. അപ്പം ഹിന്ദി എന്നൊരു ഭാഷയുണ്ടോ? 30 വർഷം ഉത്തരേന്ത്യയിൽ ജീവിച്ചിട്ടും ഹിന്ദി എന്നൊരു ഭാഷ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവിടെ ഉറുദു സംസാരിക്കുന്ന ആളുകളുണ്ട്. ഉറുദുവും ദേവനാഗരി സംസ്കൃതവും കലർന്ന ഹിന്ദുസ്ഥാനി എന്ന ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. ബനാറസി, ബീഹാറി, ഛത്തീസ്ഗഡി, രാജസ്ഥാനി, ഭോജ്പുരി മുതലായി അനേകം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഹിന്ദിയാണ് എന്ന് ഒരാളും അവകാശപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ആദ്യകാലത്ത് ഇവിടെ നിന്ന് പോയി ഞാൻ കേരളത്തിൽ പഠിച്ച ഹിന്ദി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നാണ് നമ്മുടെ ഹിന്ദിക്കാരെന്ന് നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് കാരണം ഹിന്ദിയിലൊരു വലിയ പൊളിറ്റിക്സ് പ്രവർത്തിച്ചിട്ടുണ്ട് ഹിന്ദി ഭാഷയിൽ. ആ പൊളിറ്റിക്സ് ഇങ്ങനെയാണ്. ഹിന്ദിയിൽ നിന്ന് കാരണം ഉറുദുവും ഈ ദേവനാഗരി വാക്കുകളും ഒക്കെ ചേർന്നതായിരുന്നു ഹിന്ദുസ്ഥാനി എന്ന ഭാഷ. ഈ ഹിന്ദുസ്ഥാനി ഭാഷയിലാണ് പ്രേംചന്ദിനെ പോലുള്ള എഴുത്തുകാർ എഴുതിയിട്ടുള്ളത്. ഇന്ന് ഹിന്ദി എന്ന് പറയുന്ന ഭാഷയിലേ അല്ല. ഈ ഹിന്ദുസ്ഥാനിക്ക് വേണ്ടിയാണ് ഗാന്ധി പോലും അക്കാലത്ത് വാദിച്ചിരുന്നത്. അത് അദ്ദേഹം ഒരുപക്ഷെ പ്രതീകാത്മകമായ അർത്ഥത്തിൽ കൂടി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഒരു പ്രതീകം എന്ന നിലയ്ക്കാണ് ഉറുദുവും ദേവനാഗരിയും കലർന്ന ഒരു ഭാഷ ഇന്ത്യയുടെ ഭാഷയാകട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുക. അത് അദ്ദേഹം പുഷ് ചെയ്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഹിന്ദുസ്ഥാനിയിൽ നിന്ന് ഉറുദു പദങ്ങളെ പുറത്താക്കാനുള്ള ഒരു പരിശ്രമം വളരെ പതിറ്റാണ്ടുകളായി വടക്കേ ഇന്ത്യയിൽ മുഴുവൻ തന്നെ നടത്തപ്പെടുന്നുണ്ട്. ഉറുദുവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിരുർദുവൽക്കരിക്കുക, അതിനുള്ള ഒരു പരിശ്രമം. അങ്ങനെ കൂടുതൽ സംസ്കൃതവൽക്കരണത്തിനുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് ഇന്ന് നാം പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന മാനക ഹിന്ദി എന്ന് പറയുന്ന ഭാഷ രൂപപ്പെടുന്നത്. ഒരു സമീപകാല പ്രതിഭാസമാണ്. അത്തരമൊരു ഭാഷ ഇന്നും ഇന്ത്യയിൽ ആരും സംസാരിക്കുന്നില്ല. അവർ സംസാരിക്കുന്ന ഭാഷ ഡൽഹിയിൽ അധികം പേര് സംസാരിക്കുന്ന പഞ്ചാബി കലർന്നൊരു ഹിന്ദിയാണ്, അല്ലെങ്കിൽ ഉറുദു, വളരെയധികം ഉറുദു വാക്കുകളുള്ളൊരു ഹിന്ദിയാണ്. വളരെ പരിശ്രമിച്ചാൽ മാത്രമേ ആ ഹിന്ദി, ഉറുദുവും പഞ്ചാബിയും കുറച്ചൊക്കെ അറിഞ്ഞാൽ മാത്രമേ ആ ഹിന്ദി മനസ്സിലാക്കാനും ആ ഹിന്ദിയിൽ അങ്ങോട്ട് സംസാരിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഹിന്ദി എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ പറയുന്നത് 3 കൃത്രിമ നിർമ്മിതികളുടെ അടിത്തറയിലാണ് ഇന്നത്തെ സംഘപരിവാര പ്രത്യയശാസ്ത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഈ ഹിന്ദു, ആര്യൻ, ഹിന്ദി, ഈ 3ഉം മാനുഫാക്ചേർഡായ അല്ലെങ്കിൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടവയാണ്. ഇവയൊന്നും തന്നെ അവർ പറയുന്ന ശുദ്ധമായ രൂപങ്ങളിൽ നിലനിൽക്കുന്നതേയില്ല. ഇങ്ങനെ ഈ വാദം കൊണ്ടൊന്നും അവരെ ఖండిക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവർക്ക് ഇതൊന്നും കേൾക്കുക തന്നെ വേണ്ട. സംവാദത്തിൻ്റെ ഉള്ള യാതൊരു സ്കോപ്പും ആ പ്രത്യയശാസ്ത്രത്തിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശകാരിക്കാൻ മാത്രം അറിയുന്ന ആളുകളോട് സമ്മതിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഈ കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ ചെയ്യാൻ ശ്രമിച്ചത്. ഇത് ഇനിയും നീട്ടാവുന്ന ഞാൻ നീട്ടുന്നില്ല. ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച്, സാഹിത്യത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ചൊക്കെ അനേകം തവണ ഞാൻ സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ചും ഇന്ത്യൻ സാഹിത്യങ്ങൾ എന്ന വാക്കേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന മാസികയുടെ എഡിറ്ററൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷെ അക്കാലത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നത് പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് എന്നെ വാസ്തവത്തിൽ പറയാൻ പാടുള്ളൂ. കാരണം ഭാഷയാണ് സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം. വ്യത്യസ്തമായ ഭാഷകളിൽ
എഴുതപ്പെടുന്ന വ്യത്യസ്തമായ സ്വാധീനങ്ങൾക്ക് വിധേയമായ ഓരോ പ്രസ്ഥാനവും വ്യത്യസ്തമായ രീതികളിൽ നിലനിന്ന, പൊതുവായിട്ട് പറയാൻ നമുക്ക് ഭക്തി പ്രസ്ഥാനം തമിഴിലും എല്ലാ ഹിന്ദിയിലും, അല്ലെങ്കിൽ ഹിന്ദിയിലല്ല ബ്രജ് ഭാഷയിലും ഒക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ അതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് നിലനിന്നത്, ഓരോ രൂപങ്ങളിൽ ആണ് നിലനിന്നത്. ഏത് പ്രസ്ഥാനമായാലും പുരോഗമന പ്രസ്ഥാനം പോലും മൃദുല പുരോഗമന പ്രസ്ഥാനമല്ല കേരളത്തിലുണ്ടായ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. കാരണം പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഓരോ പ്രദേശത്തും അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രമേയങ്ങൾ വ്യത്യസ്തമായിരുന്നു, അവരുപയോഗിച്ച ഭാഷകൾ വ്യത്യസ്തമായിരുന്നു, അതിലൂടെ കടന്നു വന്ന സമുദായങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഈ വ്യത്യാസങ്ങൾ പൊതുവായിട്ട് ഉണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജോസഫിൻ്റെയോ രേണുകുമാറിൻ്റെയോ മനോജിൻ്റെയോ കവിത എടുത്തിട്ട് ഇതുപോലെയാണ് നാംദേവ് ഠസാറിൻ്റെ കവിത എന്ന് അല്ലെങ്കിൽ രാജാ ധാരയുടെ കവിത എന്ന് ധരിക്കുന്നത് ശുദ്ധഭോഷ്കാണ്. ശരിയാണ്, രണ്ടിലും ഒരു ദളിത് കലാപത്തിൻ്റെ അംശങ്ങളുണ്ടെന്ന് ശരിയാണ്. പക്ഷേ നാംദേവ് ഠസാൽ മറ്റൊരു മറാഠി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം തുക്കാറാമിലേക്കൊക്കെ പോയി, അപ്പം ഇതിൻ്റെ ആ രീതി ആ ഒരു പാരമ്പര്യത്തിലേക്ക് പോയി അതിൽ നിന്ന് ഒരുപാട് അംശങ്ങൾ എടുത്ത്, അതിൻ്റെ സംഗീതമെടുത്ത്, അതിൽ നിന്ന് ഒരുപക്ഷെ പലരും വിസ്മൃതമായിരുന്ന നാടൻ വാക്കുകളെടുത്ത് ഒരു പുതിയ മറാഠി ഭാഷ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഈ രീതിയിൽ ഓരോ ഭാഷയിലും പൊതുവായി ഉണ്ട്. ഇപ്പം ചുരുങ്ങിയത് 12 ഭാഷകളിലെങ്കിലും ശക്തമായ ദളിത് സാഹിത്യമുള്ളൊരു കാലമാണത്. അപ്പോൾ പോലും ഓരോ ഭാഷയിലും ആ സാഹിത്യം നിലനിൽക്കുന്ന പല തട്ടുകളിലാണ്. ആ സമൂഹം എവിടെ നിൽക്കുന്നുവോ ആ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏത് പ്രസ്ഥാനത്തെ എടുത്താലും ഇത് കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ ഭാഷകളിലേക്ക് കടന്നു വന്ന സ്വാധീനങ്ങൾ പല കാലത്ത് പല സ്വാധീനങ്ങളാണ് പലയിടത്തും കടന്നു വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് കാശ്മീരിൽ പോയി ഡെറിഡ എന്നോ ഫൂക്കോ എന്ന് പറഞ്ഞവർ ആരാണെന്ന് തീർച്ചയായിട്ടും അവർ ചോദിക്കും. കാരണം അത് ഞാൻ പറഞ്ഞ അല്പം ചില പണ്ഡിതരുടെ കാര്യമല്ല, സാധാരണ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് നമുക്കിവിടെ പറയാൻ കഴിയും. എനിക്ക് ഫൂക്കോയെ കുറിച്ച്, ബർത്തോത്ത് പ്രസിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏത് കൃതിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും ആ പേര്. പക്ഷേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും അല്ലെങ്കിൽ അവിടുത്തെ നിരൂപണങ്ങളിലോ അവിടുത്തെ ചിന്തയിലോ ഇത്തരത്തിലുള്ള ആളുകളുടെ പേരുകൾ പോലും പലപ്പോഴും എത്തിപ്പെട്ടിട്ടില്ല. സ്വാധീനങ്ങൾ വ്യത്യസ്തമാണ്. ആധുനികം എന്ന് പറയുന്ന സാഹിത്യം പോലും എടുത്താൽ അത് വളരെ വ്യത്യസ്തങ്ങളായ രീതികളിലാണ് ഓരോ ഭാഷകളിലും ഉണ്ടായിട്ടുള്ളത്. ഹിന്ദിയിലെ ഈ ആധുനിക സാഹിത്യത്തിന് നയി കവിത, നയി കഹാനി എന്നൊക്കെ പറയുന്നതിന് വളരെ പ്രോഗ്രസീവായ ഒരു സ്വഭാവമാണ് ഉള്ളത്. ഇവിടെ ആദ്യകാലത്തുണ്ടായിരുന്ന ആധുനികതയ്ക്ക് അത്തരമൊരു സ്വഭാവമല്ല ഉണ്ടായിരുന്നത്. ഏകാഗ്രതയുടെയും അന്ധകാരത്തിൻ്റെയും ഒക്കെ ഒരുതരം പ്രകീർത്തനം ആദ്യകാല ആധുനികതയിൽ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഒരു പക്ഷേ 70കളോടെ അതിൽ വലിയ മാറ്റം വന്നുവെങ്കിൽ പോലും ഇങ്ങനെ പ്രസ്ഥാനങ്ങൾ വിവിധം, സ്വാധീനങ്ങൾ വിവിധം, ഭാഷകൾ ഉണ്ടായ കാലങ്ങൾ വിവിധം, പല കാലങ്ങളിലായിട്ടാണ് നമ്മുടെ ഭാഷകൾ ഉണ്ടായിരുന്നത്. 3000 ഏറ്റവും ചുരുങ്ങിയത് 3000 വർഷമെങ്കിലും സംസ്കൃതത്തിനും തമിഴിനും പഴക്കമുണ്ട്. അവ തമ്മിലുള്ള തർക്കം അവർ തർക്കിച്ച് തീർക്കട്ടെ ഏതാണ് അത് പഴയതെന്ന്. പക്ഷേ തീർച്ചയായിട്ടും ചുരുങ്ങിയത് 3000 ഉണ്ടെന്ന് എല്ലാ ഭാഷാശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നുണ്ട്. അതേസമയം മറാഠി പോലുള്ള ഒരു ഭാഷയ്ക്ക് 1000 വർഷത്തിൻ്റെ പാരമ്പര്യമേ ഉള്ളൂ. ബംഗാളി ഭാഷയ്ക്കും ഏതാണ്ട് 800-നും 1000-നും ഇടയ്ക്കാണ്. ബംഗാളിക്കും മൈഥിലിയും ബംഗാളിയും വളരെ ബന്ധമുള്ളൊരു ഭാഷകളാണ് ഉള്ളത്. ഇതുപോലെ നമ്മുടെ ഭാഷ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് തന്നെ നമുക്കിപ്പോഴും വ്യക്തമല്ല. ആ ഒരു അവ്യക്തതയിൽ നിന്നാണ് നമ്മുടെ ഭാഷയ്ക്ക് ക്ലാസിക് പദവി കിട്ടിയത്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്ലാസിക് പദവിക്ക് വേണ്ടി മുന്നോട്ട് വെച്ച ഒരു പ്രധാന വാദം, അത് അർത്ഥശൂന്യമായ വാദമല്ല. തമിഴിൽ നിന്ന് ഒരു മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് തമിഴും മലയാളവും വേർപിരിഞ്ഞ ഒരു ഘട്ടമുണ്ട്. തമിഴെന്നോ മലയാളമെന്നോ വ്യക്തമായി നിർവചിക്കാൻ കഴിയാത്ത ഒരു ഭാഷാഘട്ടമുണ്ട്. സംഘകാല കവിതകളും മറ്റും എഴുതപ്പെട്ട ഒരു ഘട്ടം. അതിനുശേഷം ശ്രീരാമൻ്റെ നമ്മുടെ ആദ്യകാലത്തെ ചില രാമായണങ്ങളും ഒക്കെ എഴുതപ്പെട്ട പകുതി തമിഴ് പകുതി മലയാളം തോന്നിക്കുന്ന. അപ്പോൾ ഈ ഘട്ടം മുഴുവനും 2 കൂട്ടർക്കും അവകാശപ്പെട്ടതാണ്, തമിഴിനും മലയാളത്തിനും. ഈ വാദത്തിന് കാരണം 2000 വർഷമെങ്കിലും പഴക്കം വേണമെന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു മാനദണ്ഡം ക്ലാസിക് ഭാഷയുടെ. അപ്പോൾ ഈ വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മലയാള ഭാഷയ്ക്ക് ക്ലാസിക് പദവി കിട്ടിയത്. ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ ഭാഷകളുടെയും ഉൽപ്പത്തി പോലും അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നതല്ല. ഭാഷ ഉത്ഭവിച്ചു വന്ന ഒരു ഘട്ടമുണ്ട്, അമോർഫസ് ആയിരുന്ന, കൃത്യമായ രൂപമില്ല, കൃത്യമായിട്ട് ഇന്ന ഭാഷ എന്ന് പറയാൻ കഴിയാതിരുന്ന ഘട്ടങ്ങളുണ്ട്. ഈ പറയുന്ന ഹിന്ദുസ്ഥാനി പോലും ഇതുപോലെ ഈ കബീറിൻ്റെ കവിതകൾ ഞാൻ പരിഭാഷപ്പെടുത്തിയ സമീപം അത് ബ്രജ് നിന്നാണ് പരിഭാഷപ്പെടുത്തിയത്, ഹിന്ദിയിൽ നിന്നാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. അപ്പോൾ ഇതുപോലുള്ള ഈ ഭാഷകൾ പല ഭാഷാരൂപങ്ങളിലൂടെ കടന്നിട്ടാണ് ഭാഷകളും ലിപി പഠനമാകട്ടെ സമീപകാലത്ത് വളരെ കാര്യമായി വളർന്നു വരുന്ന ഒരു ശാഖയാണ്. പലതരത്തിലുള്ള ബ്രാഹ്മിയുടെ രൂപങ്ങളെക്കുറിച്ചും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്തരത്തിൽ ലിപികളായാലും ഭാഷയിലായാലും ഭാഷയിലെ വാക്കുകളായാലും ഭാഷയിലെ വ്യാകരണമായാലും ഇവയൊക്കെ തന്നെ പല കാലത്തായി രൂപം കൊണ്ടതാണ്. അപ്പോൾ ഭാഷയുടെ
ഭാഷയുടെ ഉൽപ്പത്തി കൊണ്ട്, ഭാഷയുടെ സവിശേഷമായ പ്രതിഭയുടെ സ്വഭാവം കൊണ്ട്, സ്വാധീനങ്ങൾ കടന്നു വന്ന കാലം കൊണ്ട്, സ്വാധീനങ്ങൾ സ്വീകരിക്കപ്പെട്ട രീതികൾ കൊണ്ട്, പ്രസ്ഥാനങ്ങൾ തന്നെ ഓരോ ഭാഷയിലും പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സവിശേഷതകൾ കൊണ്ട്, ഇവയെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സാഹിത്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവ തമ്മിൽ തീർച്ചയായിട്ടും കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരസ്പര സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗണേഷ് ദേവി പറയുന്നത്, നാം ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം അനേകം കഥകൾ പറയണം. നമുക്ക് ഒന്നിച്ചു കൂടിയിരിക്കാം, എന്നിട്ട് നമ്മുടെ എല്ലാ ഭാഷകളുടെ കഥകൾ പറയാം. അപ്പോൾ ആ കഥകൾ പറയുമ്പോൾ അത് ഞങ്ങളുടെ ഭാഷയിൽ ഉണ്ടല്ലോ എന്ന് ചില ആളുകൾ പറഞ്ഞേക്കും. ഇതിനെയാണ് നമ്മൾ താരതമ്യ സാഹിത്യം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കേണ്ടത്. ചില പ്രത്യേക സ്വാധീനങ്ങൾ ചിലപ്പോഴൊക്കെ പൊതുവായി വന്നിട്ടുണ്ടാവാം, ഭാഷകൾ പരസ്പരം കൈമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ക്രമേണ ആത്യന്തികമായി നോക്കുമ്പോൾ ഈ ഭാഷകൾ എല്ലാം തന്നെ സ്വന്തം വ്യക്തിത്വം നേടിയിട്ടുണ്ട്, സ്വന്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കാലത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഭാഷാ വിപ്ലവം ഞാനവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, അതിങ്ങനെ വേണ്ട പോലെ നീണ്ടുപോകാവുന്നതാണ്. അതായത് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭാഷാ വിപ്ലവം ആദിവാസി ഭാഷകൾ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നു എന്നതാണ്. മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്കറിയാമായിരുന്നു, ഗുജറാത്തിലും മറ്റും കാഞ്ചി പട്ടേലിനെ പോലുള്ള എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ഭാഷയിൽ തന്നെയാണ് എഴുതാറുള്ളത്, ഭീലി ഭാഷയിൽ. അപ്പോൾ ഭീലി, സന്താളി മുതലായ ഭാഷകളിൽ മുമ്പേ തന്നെ ഞാൻ പറയുന്ന ആധുനിക സാഹിത്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. വാമൊഴി സാഹിത്യം, ആദിവാസി ഗോത്രഗീതികൾ എല്ലാ ഭാഷകളിലും ഉണ്ട്. പക്ഷെ സമകാലീനമായ ഒരു സാഹിത്യം രൂപപ്പെടുന്നത് ഈ പറഞ്ഞ ഭീലിയിലും സന്താളിയിലും ഒക്കെ രൂപപ്പെട്ട ശേഷം ഇപ്പോൾ മലയാളത്തിൽ നമുക്കറിയാം, പണിയ ഭാഷയിലും കുറുമ ഭാഷയിലും ഒക്കെ തന്നെ പ്രത്യേകിച്ചും കവിതകൾ എഴുതാൻ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. അത് മലയാള പരിഭാഷകളോടുകൂടി ആ കവികൾ പ്രസിദ്ധപ്പെടുത്താൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സുകുമാരൻ ചാരികദ്രയുടെയും അശോക് മറയൂരിൻ്റെയും ധന്യ വേങ്ങച്ചേരിയുടെയും ഒക്കെ കവിതകൾ വായിക്കുന്നവരായിരിക്കും, കവിതാ പ്രേമികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതാണ് ഒരു പക്ഷേ ഇന്ന് സാഹിത്യത്തിൽ എന്താണ് വിപ്ലവം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഇതാണ്. ഇതേവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന, നിശബ്ദരാക്കപ്പെട്ടിരുന്ന ആദിവാസി ഗോത്രങ്ങൾ അവരുടെ ഭാഷകൾക്ക് ഒരു ഇടം ഈ ഭാഷയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്നു. അഥവാ ഈ ഭാഷയുമായുള്ള തങ്ങളുടെ ബന്ധവും ബന്ധമില്ലായ്മയും ഒരേ സമയം കാണിക്കുന്ന രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ നടത്തുന്നു. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത്, ഞാനിത് പറഞ്ഞു നിർത്തട്ടെ, ജനാധിപത്യം എന്ന് പറയുന്നത് അദൃശ്യരായവരെ ദൃശ്യരാക്കുന്ന, ഇതുവരെ നാം കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇത് എൻ്റെ വാചകമല്ല, ഇത് റാക് റാൻസിയെ എന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്രഞ്ച് ചിന്തകൻ ദ ഹേറ്റഡ് ഓഫ് ഡെമോക്രസി എന്ന പുസ്തകത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചെറിയ നിർവചനമാണ്. ഇതേവരെ അദൃശ്യരായിരുന്ന മനുഷ്യർ, അത് ദളിതരാകാം, ആദിവാസികളാകാം, സ്ത്രീകളാകാം, ന്യൂനപക്ഷങ്ങളാകാം, ലൈംഗിക ന്യൂനപക്ഷങ്ങളാകാം, പല രീതികളിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ, ഈ മനുഷ്യരെ നാം എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ, കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ കാണുകയല്ല, അവരെ നാം പഞ്ചായത്തിൽ കാണണം, മുനിസിപ്പാലിറ്റി കാണണം, കോർപ്പറേഷൻ കാണണം, അസംബ്ലി കാണണം, പാർലമെന്റിൽ കാണണം, അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിൽ അവരെ കാണണം. അപ്പോൾ മാത്രമേ ജനാധിപത്യം അർത്ഥവത്തായ ജനാധിപത്യമായി മാറുന്നുള്ളൂ. അപ്പോൾ ഞാൻ രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, രാഷ്ട്രം എന്നത് രൂപവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന്. വാസ്തവത്തിൽ ജനാധിപത്യം എന്നതും പൂർണ്ണമായതും ആത്യന്തികമായതുമായ ഒരു സങ്കല്പമല്ല, ക്രമേണ വികസിച്ചു വരുന്ന അഥവാ വികസിച്ചു വരേണ്ട ഒന്നാണ് എന്ന് നമ്മുടെ പാർശ്വവൽകൃതരായ മനുഷ്യർ അധികാരത്തിൻ്റെ ഭാഗമാകുന്നുവോ, അധികാരമാകുന്നുവോ എന്ന് അടിയിൽ നിന്ന് പോകുന്ന കൽപ്പനകൾ നടപ്പിലാക്കാൻ മാത്രം ബാധ്യതയുള്ള ഒന്നായി ഭരണകൂടം മാറുന്നുവോ, അന്ന് മാത്രമേ ഒരുപക്ഷെ നമുക്ക് ഇവിടെ ജനാധിപത്യമുണ്ട് എന്ന് വ്യക്തമായും അവകാശപ്പെടാനും കഴിയുകയുള്ളൂ. മുകളിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ താഴോട്ടൊഴുകുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമല്ല ജനാധിപത്യം. അതിന് മറ്റു പല പേരുകളുമുണ്ട്, ഏകാധിപത്യം, ഫാസിസം, സമഗ്രാധിപത്യം, അങ്ങനെ പല പേരുകളുമുണ്ട്. നേരെ മറിച്ച് താഴെ നിന്നുള്ള തീരുമാനങ്ങൾ, താഴെ നിന്നുള്ള ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഇവ നടപ്പാക്കുന്ന ഒരു ഏജൻസി മാത്രമായി ഭരണകൂടം മാറുന്ന ഒരു സന്ദർഭത്തിലെ ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ജനാധിപത്യം നിലവിൽ വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നീതിക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഭരണഘടനയുടെ ആത്യന്തികമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരുടെയും പ്രാഥമികമായ കർത്തവ്യങ്ങളിൽ ഒന്ന് ഇന്ന് ഉയർത്തപ്പെടുന്ന ഫാസിസത്തെ എല്ലാ രീതിയിലും സഹായിക്കുന്ന മുദ്രാവാക്യങ്ങളെ നിരാകരിക്കുകയും അവയ്ക്ക് എതിരെ ചിന്തിക്കാൻ സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും എല്ലാമാണ്. അതിലൂടെ മാത്രമായിരിക്കും നമ്മുടെ
നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന ആശയം സാർത്ഥകമാവുകയുള്ളൂ. അത് എന്നെങ്കിലും ഒരിക്കൽ ആ ആശയം ഒരു യാഥാർത്ഥ്യമായി മാറുകയുള്ളൂ. ഞാൻ ചില കവിതകളൊക്കെ വായിക്കാൻ തീരുമാനിച്ചത് തൽക്കാലം വേണ്ടെന്ന് വെച്ചാൽ നന്ദി.